വിട്ടേച്ച് പോയിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്, പലവട്ടം കൈവിട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വട്ടം പോലും കൈവിടാത്ത ആ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. നാഥ, ജീവിതത്തിൽ കണ്ണിനെ കണ്ണീരിൽ നിന്ന് അവിടുന്ന് സൂക്ഷിച്ചു, കാലിനെ വീഴ്ചയിൽ നിന്ന് അവിടുന്ന് സൂക്ഷിച്ചു, പ്രാണനെ മരണത്തിൽ നിന്ന് അവിടുന്ന് സൂക്ഷിച്ചു. ഞങ്ങൾ ഒത്തിരി മിടുക്കരായതുകൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്തി എന്ന് പറയാൻ കഴിയുകയില്ല. അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചു, ഞങ്ങളോടൊപ്പം ആ ഡ്രൈവിംഗ് സീറ്റിൽ ഞങ്ങളെ നിയന്ത്രിച്ച് അവിടെ നിന്നിരുന്നു. ഇത്രത്തോളം ഞങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഭയങ്കര പ്രഗത്ഭരായതുകൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്നല്ല. അങ്ങയുടെ കഴിവും അങ്ങയുടെ കൃപയും അങ്ങയുടെ ദാക്ഷിണ്യവും അങ്ങയുടെ കരുണയും ഞങ്ങളുടെ മേൽ അളവില്ലാതെ ചൊരിഞ്ഞ് ഓരോ ദിനവും ഒരു പ്രാവശ്യം പോലും തലകുനിക്കാൻ ഇടവരാതെ കരുതിയ സ്നേഹമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. 1000 കണ്ണുകൾ തോൽവി ആഘോഷിക്കാൻ നോക്കി നിന്നപ്പോഴും ഒരു പ്രാവശ്യം പോലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അല്പസമയത്തേക്ക് പോലും ഞാൻ മാറി നിൽക്കയില്ലെന്ന് പറഞ്ഞ സ്നേഹമേ, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും ഉപേക്ഷിക്കാത്ത ഞാൻ മാറിപ്പോകത്തില്ല. എന്റെ വിശ്വസ്തത നിന്നെ വിട്ട് പിരികയില്ല. നിനക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയും. പഴയ പടകും പഴയ വലയും പഴയ കടലിലേക്കൊക്കെ നിനക്ക് തിരിച്ചു പോകാൻ കഴിയും. കോച്ചി വിറയ്ക്കുന്ന തണുപ്പത്ത് നിന്നെ കാത്ത് കടൽക്കരയിൽ വീണ്ടും ഇരിക്കുന്ന, ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴും ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ് കയറി നിൽക്കുന്ന ആ സ്നേഹത്തെ ഒന്ന് മുന്നിലോട്ട് ഒന്ന് കണ്ടേച്ചിട്ട് പറഞ്ഞ്, എന്റെ നാഥ, ഈ ജീവിതത്തില് അങ്ങയേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല. യു ആർ മൈ എവ്രിതിങ്. അങ്ങന്റെ എല്ലാമാണ്. എന്റെ ജീവിതത്തിന്റെ അന്തസ്, എന്റെ ജീവിതത്തിന്റെ ഉത്തരം, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്റെ ജീവിതത്തിന്റെ ആരംഭം, എന്റെ ജീവിതത്തിന്റെ അവസാനം, എന്റെ തുടക്കം, എന്റെ ഒടുക്കം, എന്റെ എല്ലാമായ യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. എത്രയോ miraculous ആയി എന്റെ ഭാരമെല്ലാം തന്റെ ചുമലിലേറ്റും കൊണ്ട്, തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ,
എനിക്കായി കുരിശിൽ മരിച്ചു ജീസസ്. എന്റെ യേശു എത്ര നല്ലവൻ. ജീവിതത്തിൽ ഇത് അറിഞ്ഞവർക്ക്, ഈ ഈശോയെ ജീവിതത്തിൽ അടുത്തറിഞ്ഞവർക്ക്, ഈ കർത്താവിന്റെ സ്നേഹത്തെ ഒരിക്കലെങ്കിലും തിരിച്ചറിഞ്ഞവർ, ആരുപേക്ഷിച്ചാലും ആരെല്ലാം മാറിപ്പോയാലും മൈൻഡ് ചെയ്യത്തില്ല. അവര് പറയും, മാറാത്തവൻ, മറയാത്തവൻ എന്റെ വലങ്കരം പിടിച്ച് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നീ ഇട്ടേച്ചു പോയാൽ എന്നാ എനിക്ക്, നീ ഉപേക്ഷിച്ചാൽ എന്നാ എനിക്ക്, ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ എന്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. എത്ര കൊടിയ പാപിയായിക്കോട്ടെ, സ്വർഗത്തിലേക്ക് നോക്കാൻ ഈ പ്രഭാതത്തിൽ യോഗ്യതയില്ലാതെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നീരാളി ഹസ്തം പോലെ പിടിക്കപ്പെട്ട്, അയ്യോ ഞാൻ ദൈവത്തോട് ഒത്തിരി അകന്നവനാണെന്ന് പറയുന്നവനായിക്കോട്ടെ, ഈ വരുന്നെഞ്ചോട് ചേർത്ത് വെച്ച് പാടണം. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റും കൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ വരി ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് പാടും. തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് എത്ര കണ്ട് നന്ദി പറയാൻ കഴിയുമെന്നറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും എല്ലാമായവനെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് ലൈവായിട്ട് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കണ്ണുകൾ നിറയുന്നു, ഞങ്ങളുടെ എല്ലാ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു. ഓരോ ദിനവും എത്ര മാധുര്യവാൻ, രുചിച്ച് നോക്കും തോറും എത്ര മാധുര്യവാനാണ്, എത്ര സ്നേഹവാനാണ്. യേശുവേ നിനക്കു നന്ദി യേശുവേ. എന്റെ കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളോടും ഇടപെടണമേ. ബലഹീനരായ ഞങ്ങൾക്ക് വ്യക്തികളെ വചനത്തിലേക്ക് നയിക്കുന്നതിന് പരിധികളുണ്ട്. എന്നാൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് വചനത്തെ അയച്ച് സുഖപ്പെടുത്തുന്നുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാകും. പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇതിനിടയിൽ വ്യാപിച്ച് വലിയ ആനന്ദമാക്കി ഇതിനെ തീർക്കുന്നതിനായി നന്ദി. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ സകല വിശുദ്ധരും ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കണമേ. സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സഹനത്തിൽ അമ്മ കടന്നുപോയ വ്യഥകളിലൂടെ
അതിന് തത്തുല്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായി ഈശോയോട് സംസാരിക്കണമേ. കാവൽ മാലാഖമാരെ സംരക്ഷണത്തിന്റെ മതിൽ തീർക്കണമേ. സ്വർഗീയ സാരാഭികളെ, ദൂതസഞ്ചയങ്ങളെ, വലിയ ആരാധനയിൽ ഞങ്ങളോടൊപ്പം ചേരണമേ. രക്തസാക്ഷികളുടെ സഭയെ പ്രാർത്ഥനയുടെ ആവരണത്തിൽ ഞങ്ങൾക്ക് കൈകോർക്കണമേ. വിശുദ്ധന്മാരുടെ സംസർഗമേ ഞങ്ങൾ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിലേക്ക് വിശ്വാസത്താൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. സന്യസ്തരുടെ സമർപ്പണത്തോട് ചേർന്ന്, പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, മേൽപ്പെട്ടക്കാരിൽ ദൈവം നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരത്തോട് ചേർന്ന്, സഭയാം ശരീരത്തിന്റെ 2020 വർഷത്തിലെ മുഴുവൻ ഐശ്വര്യത്തിലും നിന്നുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ ശുശ്രൂഷയിൽ അവിടുത്തെ കരം ഞങ്ങൾക്ക് ആശീർവാദത്തിനായി നീട്ടണമേ. ഞങ്ങളെ വാസ്തവമായി അവിടുന്ന് സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനത്തെ പകരുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബ്രദറെ. ഹല്ലേലൂയ. നമ്മള് ഇന്ന് ഫസ്റ്റ് റീഡിംഗ് തുടങ്ങിയിട്ട് നമുക്കിന്ന് പ്രധാന റീഡിംഗിലേക്ക് വരാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വചനം കേട്ടിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇതുപോലൊരു നഷ്ടമില്ല. അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യഭാഗങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഡോക്ടർ മൈക്ക് ഓക്കെയാണ്? ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിലെ ഒരു പ്രവചനത്തിലേക്കാണ് ആദ്യമേ നമ്മൾ വായന പോകുന്നത്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവർക്ക് ആ വായന ആദ്യമേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. യെശയ്യാ പ്രവചനം 25-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമല്ലോ. 25-ാം അധ്യായം യെശയ്യാ പ്രവചനം. ഇത് നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരൊറ്റ വാക്യമാണ്. ആ വാക്യം വായിച്ചിട്ട് സുവിശേഷത്തിൽ നിന്നുള്ള വായനയിലേക്ക് നമ്മൾ വരികയാണ്. ആ വാക്യം 6-ാമത്തെ വചനമാണ്. ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. Here on Mount Zion, the Lord Almighty will prepare a banquet for all the nations of the world. സർവ്വ ജനതയ്ക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. The Almighty Lord will prepare a banquet for all the nations of the world. മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരവുമായുള്ള വിരുന്നും കൊണ്ട് ദൈവം ഒരു വലിയ വിരുന്നൊരുക്കുകയാണ്. A banquet of the richest food and the finest wine. ഹല്ലേലൂയ. Hallelujah. വലിയ മേൽത്തരമായ വീഞ്ഞുമുള്ള ഒരു വലിയ വിരുന്ന്. A banquet of the richest food and the finest wine. സർവ്വ ജനതകൾക്ക് വേണ്ടിയും സൈന്യങ്ങളുടെ കർത്താവ് ഒരു വലിയ വിരുന്നൊരുക്കുന്നു. The Almighty God will prepare a banquet for all the nations of the world. ഈ കോണ്ടെക്സ്റ്റ് ആണ് ഇതിന്റെ കേൾവിക്കാർക്ക് ഉള്ളത്. See, this is the context when Jesus was speaking the parable to the audience. അതുകൊണ്ട് യെശയ്യാ 25-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എടുക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് പ്രധാന വായന വായിച്ച മനസ്സിലാകാത്തത് കൊണ്ടാണ് സഭയുടെ ക്രമത്തിൽ ഈ വായനകൾ ഇങ്ങനെ ക്രമമായി പോകുന്നത്. See, unless you read Isaiah 25:1-6, you cannot understand the context which is written in Matthew chapter 21. 22. 22-ാം അധ്യായം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വിരുന്നിന്റെ വലിയ വേദിയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. Matthew chapter 22 verse 1-14, we are being called into the wedding feast.
അപ്പൊ അതെന്താന്ന് മനസ്സിലാകണം സാധാരണക്കാർക്ക്. So if you want to understand what is the wedding feast, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലുള്ള കല്യാണം പോലെ ബാൻക്വറ്റ് ഹാൾ ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു, കുറച്ച് പേര് വന്നില്ല, വരാത്തവരെ അവരുടെ പട്ടണങ്ങളെ നശിപ്പിക്കുന്നു. ആകെ നമുക്ക് കോണ്ടെക്സ്റ്റേ വ്യത്യാസം. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ശൈലിയില്ല. കല്യാണത്തിന് ഒരാൾ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് നമ്മളും പോകത്തില്ല, അത്രേ ഉള്ളൂ. yeah, in the natural context, when we call someone for the wedding, if they don't come, we will also not go for their wedding also. ഇപ്പൊ ഡോക്ടറുടെ കുഞ്ഞിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ എന്റെ കുഞ്ഞിന്റെ കല്യാണത്തിന് വിളിക്കും, വരാതിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വാക്യങ്ങളിലെ കർത്താവ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങൾ. So Jesus is describing certain things which is not usual in the normal context from verse 1 to 14. നമുക്കത് മനസ്സിലാകത്തേയില്ല. You don't understand unless you go and find out the context of it. ഇനി നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരാം. Then let's come to Matthew chapter 20. വിവാഹ വിരുന്നിന്റെ ഉപമ. യേശു വീണ്ടും ഉപമ വഴിയായി അവരോട് സംസാരിച്ചു. സ്വർഗ്ഗരാജ്യം തന്റെ പുത്രന് വിവാഹ വിരുന്നൊരുക്കിയ രാജാവിനോട് സദൃശ്യം. മാത്യു ചാപ്റ്റർ 22 22-ാം അധ്യായം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അപ്പൊ 25 ഒരു ഭാഗത്ത് എടുത്തു വെക്കണം. ഏത്? യെശയ്യാ പ്രവചനം 25 ഒരു ഭാഗത്ത് എടുത്തു വെക്കണം. എന്നിട്ട് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 1, 2, 3, 14 വരെയുള്ള വാക്യങ്ങളും കൂടെ ചേർത്ത് വായിക്കണം. Keep Isaiah 25 1 to 7 and one half, and then go to Matthew chapter 22. തന്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിനോട് സദൃശ്യം. Jesus again used a parable in talking to the people. The kingdom of heaven is like the one. There was a king who prepared a wedding feast for his son. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ അവർ വരാൻ വിസമ്മതിച്ചു. He sent his servants to tell the invited guests to come to the feast, but they did not want വീണ്ടും to അവൻ ഏറെ ഭൃത്യന്മാരെ അയച്ചു. അവരോട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, എന്റെ കാളകളെ കഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവീൻ. So he sent other servants with this message for the guests. My feast is ready now. My steers and prize calves have been butchered and everything is ready. Come to the wedding feast. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരു വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. But the invited guests paid no attention, went about their own business. One went to his farm, another to his own store. അപ്പം ഇനിയാണ് 6-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം ദയവായിട്ട്. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. Verse 6 says, while others grabbed the servants, beat them and killed them. രാജാവ് ക്രുദ്ധനായി. അതാ നമ്മൾ വായിക്കുന്നത്. സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ നശിച്ചു, അവരുടെ പട്ടണങ്ങൾ അഗ്നിക്കിരയാക്കി. The king was very angry, so he sent his soldiers who killed those murderers and burned down their city. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്നിന് തയ്യാറായി കഴിഞ്ഞു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വഴിത്തലക്കിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിച്ചുകൊള്ളുവിൻ. ആ ഭൃത്യന്മാർ നിരത്തിലേക്ക് ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വിരുന്നശാലകൾ അതിഥികളെ കൊണ്ട് നിറഞ്ഞു. Then he called his servants and said to them, my wedding feast was ready, but the people I invited did not deserve it. Now go to the main streets and invite to the feast as many as people as you find. ഏതാണ് ഈ വലിയ വിവാഹ വിരുന്ന്? So what is this wedding feast? 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഒന്ന് യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ രാജാവ് സർവ്വജനതകൾക്കും വേണ്ടി ഒരു വലിയ വിരുന്ന് കഴിച്ചതിന്റെ പ്രവചനം നാം കാണുകയാണ്. You see a prophecy in Isaiah 25 verse 6 to 7. The Almighty God has prepared a banquet for all the nations. സകല ജനതകൾക്ക് വേണ്ടി എന്നുള്ളതാണ് അടിവരയിടേണ്ടത്. For all the nations, that's the one you have to clearly understand. പക്ഷേ അവിടെ നമ്മൾ ആ അധ്യായം മുഴുവൻ വായിച്ചാൽ 25-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ മുഴുവൻ കാണുന്നത് ഇസ്രായേലിന്റെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ചാണ്. But in the Isaiah chapter 21 verse 1 onwards we find the judgment that is coming upon Jerusalem. നമുക്കറിയാം യെശയ്യാവ്, യിരെമ്യാവ് ഇവരെല്ലാം വലിയ പ്രവാചകന്മാരുടെ നിരയിൽ പഴയ നിയമത്തിൽ they are the major prophets in the Old Testament. Isaiah, Jeremiah, they're all the major prophets in the Old Testament. അവരെല്ലാം പ്രവാസത്തിൽ നിന്നും പ്രവാസത്തിൽ ശേഷവും എല്ലാം പ്രവചിച്ച പ്രവാചകന്മാരാണ്. They all prophesied while in exile. ഇവിടെയാണ് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. From there you have to take the context and try to understand this parable. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞു it is not to us but it is for us. അപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ബ്രദർ വാട്സാപ്പിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ എന്നോട് ചോദിച്ചു, ബ്രദറെ why എന്താ അതിന്റെ മീനിങ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. It is not for us but it is to us, or it is not to us but it is for us. It's not to us, it's for us. അത് നമുക്ക് വേണ്ടി നമ്മളോട് പറഞ്ഞതല്ല, പക്ഷെ നമുക്ക് അവിടുന്ന് സന്ദേശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? It was not spoken to us but we got a message from there. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 മുതലുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ 24, 25 വരെയുള്ള അധ്യായങ്ങൾ
ഇസ്രായേലിന്റെ മേൽ AD 70 നടന്ന ന്യായവിധിയെ കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത്. From Matthew chapter 21 to 24, when you read it, you find the judgment that has come upon Jerusalem. അത് ഈശോ മുമ്പേ പ്രവചിച്ചതാണ്. It is prophesied much കോഴി earlier. തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന പോലെ ജെറുസലേമേ എനിക്ക് നിന്നെ മറയ്ക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ നിനക്ക് എന്നെ സ്വീകരിപ്പാൻ മനസ്സായില്ല. Oh Jerusalem, Jerusalem, how I long to protect you, but you were never. പ്രവാചകന്മാരെ കൊല്ലുകയും കല്ലെറുകയും ചെയ്തവളെ വിളിക്കുകയാണ് ഇസ്രായേലിനെ. He's calling, oh you people who killed the prophets. എന്നിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരും. In 24 verse 31 it says, the judgment shall come upon this generation. അപ്പൊ അവിടെ നമ്മൾ ഇന്ന് അത് എടുത്തു വായിക്കുകയാണ്. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മയക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സുണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇന്ന് രാവിലെ ഏതെല്ലോ നാട്ടിലിരുന്ന് കേൾക്കുന്ന നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കർത്താവ് പറയുന്നു എന്ന ആശയത്തിലല്ല അത് എടുക്കേണ്ടത്. So when you take out of the context of that particular verse and say you think his judgment is coming upon us, no. അതല്ല, യേശുവിനെ ഉപേക്ഷിച്ച ഇസ്രായേലിന്റെ മേൽ വന്ന വിപത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. He is speaking about the judgment that was coming upon the Jews who deserted him. അപ്പൊ റെസിപ്പിയന്റ് ആരാണ്? റെലവൻസി ഓഫ് ദി റെസിപ്പിയൻസ്, അത് അവിടെ വളരെ പ്രധാനപ്പെട്ടതാ. കേൾവിക്കാരുടെ പ്രാധാന്യം അല്ലേ, Relevancy of the audience. ആ ഓഡിയൻസ് ആരാണ്? ആ ഓഡിയൻസ് ഡയറക്റ്റ് ഓഡിയൻസാ. പക്ഷേ അവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണ്? ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്കെല്ലാം ഉള്ള അവസ്ഥ ഇത് തന്നെയാണ്. So the audience were the Jews, and the message for us is those who desert God, there is a judgment. അപ്പം to them ആണ്, but for us ആണ്. അവരേക്കാണ്, പക്ഷേ നമുക്കൊരു മെസ്സേജ്. അവർ ഡയറക്റ്റ് ഓഡിയൻസ് അവരോടാ സംസാരിക്കുന്നത്. They are the direct audience. പക്ഷെ അതിൽ നിന്നൊരു സന്ദേശം നമുക്ക് സ്വീകരിക്കാനുണ്ട്. But we have to receive a message from that. കാരണം അവര് നമ്മളെ പോലുള്ള മനുഷ്യരായിരുന്നു. They were just like us. ദൈവവും നമ്മോട് ഇടപെടുന്ന അതേ ദൈവം തന്നെയായിരുന്നു. The same God that was with them is with us. ദൈവത്തിന് വ്യത്യാസമില്ല, മനുഷ്യർക്കും വ്യത്യാസമില്ല. Yes, God, no variation in his attitude. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ്. The same context is here. സർവ്വജനത്തിനു വേണ്ടിയുള്ള വലിയ വിരുന്ന്, യെശയ്യാ 25:6. Isaiah 25:6, the Almighty God has prepared a great banquet for all the nations. അതേ വിരുന്ന് തന്നെയാണ് ഇവിടെയും It's ഒരുക്കപ്പെട്ടിരിക്കുന്നത്. the same feast. പക്ഷെ ഫസ്റ്റ് കോള് ഈ വിരുന്നിന് വേണ്ടി കിട്ടിയത് ജൂസിനായിരുന്നു. Jews that had the first call to come into the wedding. ഇവിടെ യഹൂദന്മാർ ഇതാ വരുന്നില്ല, കാര്യമാണ് ഇവിടെ The പറയുന്നത്. Jews are not coming. That's the context is here. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. So he sent the servants out to the streets to gather all. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. Verse 3, 22 verse 3. അവൻ ഭൃത്യന്മാരെ അയച്ചു, എന്നാൽ അവർ വരുവാൻ വിസമ്മതിച്ചു. He sent his servants to tell the invited guests to come to the feast, but they did not want to come. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചും കൊണ്ട് ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. So he sent other servants and asked them, come to the wedding feast. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായിരിക്കുന്നു. My feast is ready now. My steers and my prize calves have been butchered. സെയിം തിങ് നമ്മൾ കണ്ട യെശയ്യാ 25:6 കണ്ടു. സർവ്വജനത്തിനും വേണ്ടിയുള്ള വലിയ ആഘോഷമാണ്. അവിടെ തടിപ്പിച്ച കാളക്കുട്ടി അറുത്തിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. The same thing is read in Isaiah 25 verse 6, and the Almighty God has prepared a great feast for all the nations. കഴിഞ്ഞ ആഴ്ച നിരന്തരമായിട്ട് ശുശ്രൂഷ കേൾക്കുന്നവർക്ക് നല്ലതായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, വിട്ടവരെ കൊന്നു, വിളിക്കാൻ വിട്ടവരെ അടിച്ചു, കല്ലെറിഞ്ഞു, കൊന്നു, അപമാനിച്ചു. Last week we heard the message. The servants who went there, some they stoned them, some they killed them, some they beat them. ഹല്ലേലൂയ. അത് തന്നെ എവിടെയും സംഭവിച്ചത്. Same thing happening here. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവർ പറഞ്ഞു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെക്കാതെ ഒരുവൻ വയലിലേക്കും മറ്റൊരു വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. But the invited guests pay no attention. Some went to the business, some went to the farm, some to his own store. മറ്റുള്ളവരെ ആ ഭൃത്യന്മാർ പിടികൂടി അവരെ അപമാനിച്ച് വിട്ടയച്ചു. While others grabbed the servants, beat them and killed them. ഇത് ചെയ്തത് ആരാണ്? Who did this? ഇത് ചെയ്ത യഹൂദന്മാരാണ്. The Jews who did this. അന്ന് അത് ചെയ്ത യഹൂദന്മാരാണ്. That time the Jews did it. ദൈവത്തിന്റെ സന്ദേശവുമായി വന്നവരെ ഉപദ്രവിച്ചു. They killed the messengers. ഡയറക്റ്റ് ഓഡിയൻസ് അവരാണ്. They are the direct audience. എന്നാൽ അതേ സ്വഭാവം ഇന്ന് എനിക്കുണ്ട്. But I have the same attitude and the character. അതേ മനോഭാവം എനിക്കുന്നുണ്ട്. The same attitude I have too. അതുകൊണ്ട് എനിക്കത് ഫോറസ് ആയി. അത് നമുക്ക് വേണ്ടിയും കൂടി ആയി. അത് That's the reason why it is for us. Hallelujah. But it was To them ആണ്. It was to them, now it is for us also. Hallelujah. നമുക്ക് വേണ്ടി അത് മാറി. It was to them, now it's for us also. രാജാവ് ക്രുദ്ധനായി സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ നശിപ്പിച്ചു, അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. The king was very angry, so he sent his soldiers who killed those murderers and burned down the city. കല്യാണത്തിന് വരാത്തതിന്റെ പേരിൽ പട്ടണം കത്തിച്ചു കളഞ്ഞു.
Just imagine. The king invited someone, they did not come, but he went and burned the cities. അപ്പൊ തന്നെ മനസ്സിലാക്കിയാണ് ഇത് എവിടെ ഏത് ന്യായം ഇത് എവിടെ കേട്ടിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം. This is not an ordinary wedding feast. മോന്റെ കല്യാണത്തിന് വിളിച്ചു, തിരക്കുകൊണ്ട് വയലിൽ പോയി പണി ചെയ്ത തിരക്കുകൊണ്ട് ജോലിക്ക് വരാത്തവരുടെ അവരെ തെരഞ്ഞു പിടിച്ചു തന്ന് അവരെ കൊന്നും കളഞ്ഞു, അവരുടെ പട്ടണം കത്തിച്ചു. We invited some to come for the wedding, they did not turn up, so we went and searched them and killed them. ഇത് മത്തായിയുടെ മോൻ മാത്തുക്കുട്ടിയുടെ കല്യാണത്തിന് വിളിച്ച പരിപാടി അല്ലിത്, അതാ മനസ്സിലാക്കണ്ടേ. Hallelujah. The context is entirely different. That's what you have to understand. ഈ വിരുന്ന് വേറെയാണ്, The feast is a different feast. ഇത് ദൈവരാജ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. This is an example of the kingdom of God. ഇവിടുത്തെ രാജാവ് കർത്താവായ യേശുവാണ്. The king is Jesus. ഹല്ലേലൂയ. സാഹചര്യമേ വ്യത്യസ്തമാണ്. The context of the background is entirely different. അതാ നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോഴിതാ യഹൂദർ യേശുവിനെ ക്രൂശിച്ചു കൊന്നു, ദൈവത്തിന്റെ സന്ദേശവുമായി വന്നവരെ ഉപദ്രവിച്ചു, അവസാനം വന്ന് യേശുവിനെ അവർ ഉപദ്രവിച്ചു, കൊന്നുകളഞ്ഞു. Not only the messengers they killed or stoned, but finally the King Jesus himself they crucified. അതിനാൽ നിങ്ങൾ വഴിവക്കിലേക്ക് ചെന്ന് അവിടെ കാണുന്നവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിച്ചുകൊള്ളുവീൻ. Now go to the main streets and invite to the feast as many people as you find. കാണുന്നവരെല്ലാം വിവാഹ വിരുന്നിന് Call ക്ഷണിച്ചുകൊള്ളുവീൻ. all those who see and bring them into the wedding feast. വഴിയിൽ കാണുന്നവരെല്ലാം വിവാഹ വിരുന്നിന് Go ക്ഷണിച്ചുകൊള്ളുവീൻ. to the main streets and invite all. ഒരു ബന്ധമില്ലാത്ത ആരെയും കല്യാണത്തിന് വന്നാൽ അവനെ തെരഞ്ഞു പിടിച്ച് നീ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് കയറിയെന്ന് ചോദിക്കുന്ന കാലത്ത് നോക്കണേ, ഒരു ബന്ധമില്ലാതെ വഴിയിരുന്നവനെ എല്ലാം കല്യാണത്തിന് വിളിച്ചു. Those invited girls are supposed to come, but they did not turn up. But they went and called everyone from the street. സാധാരണ നീ ചെറുക്കൻ വീട്ടിൽ നിന്ന് വന്നതാണോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നതാണോ രണ്ട് വീട്ടിൽ നിന്നും വന്ന അല്ലെന്ന് പറഞ്ഞ് അവനെ തൂക്കി പുറത്തിടുന്ന സമയത്ത് ഇതാ ഒരു ബന്ധമില്ലാത്ത എല്ലാവരെയും വിളിച്ചു. ബന്ധമുള്ളവർ വന്നില്ല, ബന്ധമില്ലാത്തവർ വന്നു. Those who had relationship, they never turned up. But those who did not have relationship, they all turned in. വഴിവക്കിലേക്ക് ചെന്ന് അവിടെ കണ്ടവരെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിച്ചു. They went into the streets and gathered all the people. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരെയും ശിഷ്ടരെയും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. ദുഷ്ടരെയും ശിഷ്ടരെ എല്ലാം വന്നോളാൻ പറഞ്ഞു. Hallelujah. All the good and the bad alike, they've called everyone into the wedding feast. അത് എടുത്തെഴുതിയിരിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില്. ദുഷ്ടനെയും വിളിച്ചു, ശിഷ്ടനെയും വിളിച്ചു. They called the good and the bad alike. ഹല്ലേലൂയ. എല്ലാരും വിളിച്ചുകൂട്ടി. They called all. ഇതാ യെശയ്യാ പറഞ്ഞ സർവ്വജനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ വിരുന്ന്. That's the context which Isaiah is prophesying. സർവ്വജനത്തിനകത്ത് ദുഷ്ടനുമുണ്ട് ശിഷ്ടനുമുണ്ട്. The all nations includes the good and the bad. എല്ലാരെയും വിളിച്ചിരിക്കുന്നു. Everyone was called. ഈ വിളി കിട്ടാത്തവരായിട്ട് ആരുമില്ല. There's none left without this. ഒരാളെ ഉപേക്ഷിച്ചിട്ടില്ല. God did not desert anyone. നിങ്ങൾ എത്ര വിക്കഡ് ആണോ, how much wicked you എത്ര are, ബെറ്റർ ആണോ, how much good you are, എത്ര നല്ലതോ എത്ര how ചീത്തയായിക്കോട്ടെ, much good or bad you are, സർവശക്തനായ ദൈവം നിങ്ങളെ വിളിക്കുന്നു. God is calling you. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടല്ല വിളിക്കുന്നേ. He doesn't call you based on your standard. അത് പറയാൻ വേണ്ടി അവിടെ പറഞ്ഞു ഇത് രണ്ടും ദുഷ്ടരെയും വിളിച്ചു ശിഷ്ടരെയും വിളിച്ചു. In order to tell that he is saying he's called all the good and the bad. നല്ലവരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. He's not calling the good alone. ചീത്തയവരെ മാത്രം വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. He's not calling the bad alone. നല്ലവരെയും വിളിച്ചു, ചീത്തയായവരെയും വിളിച്ചു. He called both good and the bad. കണ്ടെത്തിയവരെ എല്ലാം വിളിച്ചു കൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. They gathered all people they could find, and the wedding hall was filled with അതിഥികളെ കാണുവാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ, Hallelujah. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളുകയാണ്. Verse 11. The king went in to look at the guest. രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. And saw a man who was not wearing the wedding clothes. അപ്പം വന്നവരെല്ലാം ദുഷ്ടരും ശിഷ്ടരും ഒക്കെയാണ്. All those who came were good as well as bad. കർത്താവിന്റെ അടുക്ക് വരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. All of us who come to God is like that. നല്ലവനാണോ പോരെ, It's good, come. ചീത്തയാണോ പോരെ. Same time if you're bad, come. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. But there's one problem there. നല്ലവനും ചീത്തയായവനും വിവാഹ വസ്ത്രം ധരിക്കേണ്ടിയിരിക്കുന്നു. But the good and the bad as well as have to wear the garment for the wedding feast. ഞാനാണെ പറയും ചീത്തയായവന് വിവാഹ വസ്ത്രം കൊടുക്ക. If I am saying, I'll give the wedding dress to the ഞാൻ bad. നല്ലവനെ, എനിക്ക് വിവാഹ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. I'm a good, I don't need that garment. എന്നെ പോലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. But there is a man like me there. അവൻ പിടിക്കപ്പെടുകയാണ്. He was been caught. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ കണ്ടു. The king went to look at the guest and saw a man. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത,
വിവാഹ വസ്ത്രം ധരിക്കാതെ നീ എങ്ങനെയാണ് ഇവിടെ പ്രവേശിച്ചത്? Friend, how did you get in here without wedding clothes? പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാവും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. But the man said nothing. Then the king told the servant, tie him up hand and foot and throw him outside in the dark. There he will cry with gash in his teeth. And Jesus concluded, many are invited, but few are chosen. ഈ 14-ാമത്തെ വാക്യം എത്രയോ വർഷങ്ങൾ എല്ലാരെയും വിളിച്ചിട്ട് ചിലരെ മാത്രം തെരഞ്ഞെടുത്ത എന്നാ കർത്താവേ എന്നൊരു ചോദ്യമായിരുന്നു എനിക്ക്. There's a question behind me. He chosen everyone, but Yeah. he called God is everyone. the God of all. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. God is the God of all. എല്ലാവരുടെയും ദൈവമായ കർത്താവ് എല്ലാരെയും വിളിച്ചിട്ട് ചിലരെ മാത്രം മാറ്റി നിർത്തി. ശരിയായോ? Why the God of all called all, then they chosen only few? Why? അതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയോ? How can you understand that? അതിന്റെ മേളത്തെ കോണ്ടെക്സ്റ്റ് നാം You മനസ്സിലാക്കുക. have to understand from the context of it. എല്ലാരെയും വിളിച്ചു. വിളിച്ചതിന്റെ അകത്ത് ദുഷ്ടനുണ്ട്, ശിഷ്ടനുണ്ട്, എല്ലാരെയും He വിളിച്ചു. called all. That includes both good and bad. പക്ഷെ ഒറ്റ കണ്ടീഷൻ അവിടെ, But only one condition. വിവാഹ വസ്ത്രം ധരിക്കുക. You have to wear the wedding garment. എന്താണ് ഈ വിവാഹ വസ്ത്രം? What is this wedding garment? ഈ വിവാഹ വസ്ത്രമാണ് അവന്റെ യോഗ്യതയുടെ പുറത്ത് കർത്താവിന്റെ യോഗ്യതയെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. The wedding garment is that on his, you have to choose his righteousness. അത് ആ വേർഡ് തന്നെ ഞാൻ പറയാൻ വന്ന്, ഞാൻ വിചാരിച്ച അടുത്ത വാക്കി പറയാന്ന്. സ്വയനീതിയുടെ മേളിൽ ദൈവനീതിയെ സ്വീകരിക്കുക. Upon your self-righteousness, receive the righteousness of God. സ്വാഭാവികമായിട്ടും വിവാഹ വസ്ത്രം ആകുന്ന രാജാവ് കൊടുത്ത വസ്ത്രം സ്വീകരിക്കാൻ വിസമ്മതിച്ചത് കുറച്ചൊക്കെ നല്ലവനായിട്ട് ജീവിച്ചവനായിരിക്കും. Because the one who didn't accept the wedding garment was maybe the one who has been leading a good life. പക്ഷെ ഇവിടെയാണ് നമ്മൾ അറിയുന്നത്, But here you to understand, നല്ലവനും ചീത്തയ്ക്കും for the good as well as the bad, കർത്താവിന്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ, if you want to stand before the Lord, കർത്താവിന്റെ നീതി സ്വീകരിച്ചിട്ടേ you പറ്റുകയുള്ളൂ. have to receive the righteousness. Then only you can be a right standing with the Lord. ഹല്ലേലൂയ. Hallelujah. ഇത് ആവർത്തിച്ച് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന. Clearly understand. നിങ്ങൾ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, Maybe praying for 5 hours, 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. 5 minutes only. 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയത്തിൽ ആശ്രയിച്ചാൽ രാജാവിന് മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല. If you are depending on your self-righteousness, praying for 5 hours, you cannot stand before the king. 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും സ്വയനീതിയിൽ ആശ്രയിച്ച് രാജാവിന് മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല. Praying only for 5 minutes, but on your രണ്ടു പേർക്കും ഈ വിവാഹ വസ്ത്രം ആവശ്യമാണ്. both needs ഇത് എടുക്കാതെ ആർക്കും ഇതിനകത്ത് കയറാൻ കഴിയുകയില്ല. without wearing that garment, you cannot enter into the wedding. അപ്പൊ എന്താണ് ആരെങ്കിലും ഇതിനകത്തൊന്ന് പുറത്താക്കിയെങ്കിൽ പുറത്താക്കിയത്? Why the reason that someone was being sent out? അവന്റെ സ്വയനീതി മാത്രമാണ്. It was because of his self-righteousness. പാപി അല്ല വെളിയിൽ ചാടിയത്. It's not the sinner who has gone out. ഒന്നുകൂടെ പറയാം, പാപി അല്ല വെളിയിൽ ചാടിയത്. It's not the sinner who has gone out. പാപിയെ അല്ല പുറത്താക്കിയത്. It's not the sinner who sent him out. പാപിയെ അകത്ത് വിളിച്ചു. The sinner was called. പാപിക്ക് വസ്ത്രം സ്വീകരിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. He had no inhibition in receiving the garment. കാരണം അവൻ നഗ്നനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. Because he knew that he is naked. ഇതാണ് പ്യുവർ ഗോസ്പൽ. ഇത് കേൾക്കൂ. That's the pure gospel. ഞാൻ നഗ്നനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നാഥാ എന്നെ ഉടുപ്പിക്കണമേ. The moment I realize I am naked, Lord, put on the garment upon me. Yes, എന്നെ ഉടുപ്പിക്കണമേ. അതാ പ്രാർത്ഥന. That's the prayer. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ നഗ്നനല്ല, He said, I am not naked. എനിക്ക് രാജാവിന്റെ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. I don't need the garment. ഞാൻ പറയുമ്പോ ഇങ്ങനെ പറയും, രാജാവ് അവനെ പുറത്താക്കിയതല്ല, അവൻ തന്നെ താൻ പുറത്തായതാണ്. The king did not send him out. He himself went out. ഒന്നുകൂടെ പറയാം, രാജാവിനെ പുറത്താക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ രാജാവ് എല്ലാവരെയും അകത്ത് വിളിക്കുകയില്ലായിരുന്നു. The king did not want to send him out. Or else he would not have called all. ഒന്നുകൂടെ പറയാം, രാജാവ് എല്ലാവരെയും അകത്താക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. The king wanted to bring everyone in. അതുകൊണ്ടാണ് എല്ലാരെയും വിളിച്ചു, ദുഷ്ടരെയും ശിഷ്ടരെയും വിളിച്ചു. That's why he called all, the good and the bad. ശിഷ്ടരെ മാത്രമല്ല ദുഷ്ടരെയും വിളിച്ചു. He called the good as well as the bad. ഇതാ ഇവിടെ ഒരുവൻ പുറത്തു പോവുകയാണ്. But one is going out. അവിടെ ചോദിക്കുകയാണ്, നീ വിവാഹ വസ്ത്രം ധരിക്കാതെ എങ്ങനെയാണ് പ്രവേശിച്ചത്? How did he get in without wearing the കർത്താവിന്റെ നീതി സ്വീകരിച്ചിട്ടല്ലാതെ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ ശ്രമിക്കരുത്. Without receiving his righteousness, you കാരണം cannot നമ്മുടെ stand നല്ല before the Lord. പ്രവൃത്തികൾ ദൈവമുമ്പാകെ കറപുരണ്ട തുണി പോലെയാണ്. All your good works are just filthy rags. എന്റെ ദൈവമേ, ഞാൻ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അവിടുന്ന് എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. If you are doing any good works, it's because he is working in and through you.
അതെന്നാ ട്രാൻസ്ലേഷൻ ആയിപ്പോയി. He is working in and through you. Because we are called his workmanship. നാം അവിടുത്തെ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. Even before the foundations of ലോക സ്ഥാപനത്തിന് മുന്നമേ so that you may walk in it. നമ്മൾ ഇനി അതിൽ നടക്കുകയാണ്. And that is the heart of God. അതാണ് ദൈവത്തിന്റെ ഹൃദയം. He has prepared everything ahead. ദൈവം എല്ലാം മുന്നമേ ഒരുക്കി കഴിഞ്ഞു. Feast is ready. ആ വിവാഹ വിരുന്ന് ഒരുക്കി കഴിഞ്ഞു. The calves have been butchered. അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. മൃഗം അറക്കപ്പെട്ട് കഴിഞ്ഞു. Finest wine is ready. വീര്യമുള്ള നല്ല വീഞ്ഞ് റെഡിയായി കഴിഞ്ഞു. But one condition to enter. അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. Get out of your self-righteousness. സ്വയനീതിയിൽ നിന്ന് ഇറങ്ങുക. Get his righteousness. ദൈവനീതിയെ സ്വീകരിക്കുക. Enter into the feast. ഇതിലേക്ക് വിരുന്നിലേക്ക് പ്രവേശിക്കുക. Come enter into the kingdom of God. ആര് ഞാൻ എന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, ആരും ഉടുപ്പും കൊണ്ട് വരണ്ട. No one need to come with their own garment. നീ ആ ഉള്ള പോലെ ഇഞ്ഞ് പോന്നാ മതി. But in the Jewish context, Yeah. when in the Jewish context, the normal culture is when someone invites for the wedding, they provide the dress. യഹൂദന്റെ ആ സാധാരണ വ്യവസ്ഥിതി അനുസരിച്ച് ഒരാളെ വിവാഹത്തിന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശിഷ്ട അതിഥികളെ മാത്രം വിളിക്കുന്ന വിരുന്നുകളില് ആ വിശിഷ്ട അതിഥികൾക്ക് വസ്ത്രം കൊടുക്കുന്ന പതിവുണ്ട്. That's the context of അതാണ് ഈ ജൂയിഷ് ആന്റിക്വിറ്റീസിൽ അത് വിശദീകരിക്കുന്ന ആ ഭാഗം ഭയങ്കരമാണ്. ജോസഫസ് അത് വിശദീകരിക്കുമ്പോൾ എല്ലാ ഈ അതായത് 2-3 റിസപ്ഷനുകളാണ് ഒരു കല്യാണത്തിന്. 2 or 3 receptions in the marriage. അതിൽ ഈ വിശിഷ്ട അതിഥികൾ വരുന്ന ഒരു റിസപ്ഷൻ ഉണ്ട്. When the invited guests come, അവര് പുറമെ ഈ കോട്ട് പോലെ നമ്മുടെ ഇവിടെ ഗൗൺ ഗ്രാജുവേഷനൊക്കെ ഗൗൺ ഇടുന്ന പോലെ ഒരു ഇത് ഗൗൺ ഇട്ടിട്ടാണ് അവരെ എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അത് ആ ഗൗൺ എന്ന് പറയുന്നത് രാജാവിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. വെൽവെറ്റ് ഒക്കെ വെച്ചുള്ള ഈ ഗൗൺ കാണുമ്പോ അറിയാം ഇത് എങ്ങനെയുള്ള കല്യാണമാണെന്ന്. സോ അങ്ങനെ ലിനൻ അല്ലെങ്കിൽ ഫൈൻ ക്ലോത്തിങ് കാണുമ്പോ അറിയാം അതാണ് ആ കോണ്ടെക്സ്റ്റ്. അപ്പൊ വരുന്നവരെല്ലാം വിശിഷ്ട അതിഥികളല്ല ഇത് സ്വീകരിച്ചിട്ട് അകത്ത് വരുന്നേ. അപ്പൊ രാജാവ് വരുമ്പോ അവിടെ നിൽക്കുന്നവരെല്ലാം രാജാവിന്റെ യോഗ്യതക്കൊത്തവണ്ണം ഉള്ളവരാണ്. തന്റെ നിലയിലാക്കിയിട്ടേ തന്നോട് കൂടെ വിരുന്നിന് ഇരുത്തുകയുള്ളൂ. അതാ എന്നെ വിളിച്ചപ്പോ അവിടുത്തെ നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തി. എന്നിട്ട് ആ നിലവാരത്തിലേക്ക് ഞാൻ എത്തിയതല്ല, എന്നെ എത്തിച്ചതാ. എല്ലാം ദാനമായിട്ട് കിട്ടിയതാ. ഞാൻ കുപ്പായം തുന്നിച്ച് ചെന്ന അല്ല. You know what I mean? ഞാൻ കുപ്പായം തുന്നിച്ച് ചെന്ന അല്ല. പിന്നെ എങ്ങനെയാ? എനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. ഞാൻ അത് സ്വീകരിച്ചു. അതാ ആ മനസ്സാ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരുക്കിയതല്ല, എനിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയതാണ്. അവിടുന്ന് ഒരുക്കിയതിനെ ഞാൻ സ്വീകരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അത് നീ വൃഥാവാക്കി കളയരുത്. ഇതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത്. ദൈവത്തിന്റെ ദയ, കൃപ, ദാക്ഷിണ്യം എന്നിവയുടെ സമൃദ്ധിയെ നീ വൃഥാവാക്കി കളയുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? Don't you know that the goodness and the kindness of the Lord is going to lead many into repentance? Yes. അപ്പൊ ഈ ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ പുറത്തു പോയവൻ നമ്മുടെ എന്റെ മനസ്സനുസരിച്ചാണെങ്കിൽ ദുഷ്ടനായിരിക്കും പുറത്ത് തള്ളിയെന്നായിരിക്കും വായിക്കുന്നത്. ആ ദുഷ്ടനെ ആയിരിക്കും പുറത്താക്കിയെന്നാ ഞാൻ ഉറപ്പ് പറയാം. നഗ്നനാന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ അടുക്കൽ വന്നവൻ ആർത്തിയോടെ സ്വീകരിച്ച് കാണും. The one who realized that he is naked, he would have embraced everything. Yes, embrace ചെയ്ത് കാണും. അവൻ സ്വീകരിച്ച് കാണും. എന്റെ രാജാവേ, എന്റെ യോഗ്യത കൊണ്ട് അങ്ങയുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല. അങ്ങയുടെ യോഗ്യതയാൽ എന്നെ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് കാണും. ഉടുപ്പിക്കാൻ തയ്യാറാ, ഉടുക്കാൻ തയ്യാറോ? അതാ ചോദ്യം. ഉടുപ്പിക്കാൻ തയ്യാറാണ് അവിടുന്ന്. He is prepared to garment you. Hallelujah. ആ ക്ലോത്ത് ആക്കാൻ തയ്യാറാണ് അവിടുന്ന്. He is prepared to clothe you. Are you prepared to get clothed? അതാ ചോദ്യം, അതാ അതിന്റെ റെലവൻസി. That's a question there. Hallelujah. അപ്പൊ എന്റെ പ്രശ്നം എന്തായിരുന്നു അറിയോ ഡോക്ടറെ? ഈ 14ാമത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ ചിന്തിക്കും, എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം.
Verse 14 says, many are invited, but few are chosen. എന്തുകൊണ്ടാ ദൈവം ചിലരെ മാത്രം തെരഞ്ഞെടുത്തത്? So my problem is why God is choosing only few. അപ്പൊ ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാവും, ദൈവം ചിലരെ തെരഞ്ഞെടുത്തതല്ല, ദൈവം എല്ലാരും തെരഞ്ഞെടുത്തതാ, പക്ഷെ ചിലരെ ദൈവത്തെ തെരഞ്ഞെടുത്തുള്ളൂ. Hallelujah. In this context, now we can understand God called all, but only few chosen. ഒന്നുകൂടെ പറയാം, ദൈവം എല്ലാരും തെരഞ്ഞെടുത്തതാ. God called all. എന്നറിയാം, ദൈവത്തെ നമ്മൾ ഇടുക്ക കാഴ്ചപ്പാടിൽ നോക്കും തോറും So don't try to bring God to your level of your നമ്മുടെ understanding. ലെൻസ് വെച്ച് ദൈവത്തെ നമ്മുടെ ലെൻസ് വെച്ച് ദൈവത്തെ നോക്കുമ്പോ നമുക്ക് തോന്നും ഇത്ര പേരേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ഞങ്ങൾ ദൈവ മക്കള്. With our lens, if you try to see people, we think, oh, we are only few. We are only few called. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. We are only few called. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്പാട് നോക്കുക. But look at the will and purpose of God. നമ്മൾ പറയും ഇപ്പൊ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കാണി ഇസ്രായേലിന്റെ മേ മാത്രമുള്ള, ഇസ്രായേലിന്റെ മേ മാത്രമുള്ള ദൈവം ഇസ്രായേലിന്റെ മാത്രം ദൈവമാണെന്ന്. In the Old Testament, we find he is God of only of the അല്ല, Israelites. അതേ യെശയ്യാവിൽ തന്നെയാ നമ്മൾ 25:7 കേട്ടാ ഞാൻ സർവ്വജനത്തിനും വേണ്ടി In വിരുന്നൊടുക്കും. the same Isaiah Old Testament, we find he has prepared a banquet for all the nations. ദൈവം ഇസ്രായേലിന്റെ ദൈവമാണെന്ന് നമ്മളോട് ആര് പറഞ്ഞു? ഇസ്രായേൽക്കാർ പറഞ്ഞു. The Israelites told us that the God is their God only. ആര് പറഞ്ഞു നമ്മളോട് ദൈവം ഇസ്രായേലിന്റെ മാത്രം ദൈവമാണ്? ഇസ്രായേൽക്കാരെല്ലാവരോട് പറഞ്ഞു ഈ ദൈവം ഞങ്ങളുടെ മാത്രം ദൈവം, ബാക്കി എല്ലാവരും ദൈവം വെറുക്കുന്നു. Hallelujah. The Israelites അന്നും ഇന്നും എന്നും ഈ ദൈവം എല്ലാവരുടെയും oh, ദൈവമാണ്. it's the same God. He's the God of all. ദുഷ്ടന്റെയും ദൈവമാ, ശിഷ്ടന്റെയും ദൈവമാ. He's the God of the good, the God of the bad. ദുഷ്ടനും വിരുന്നൊരുക്കും, ശിഷ്ടനും He വിരുന്നൊരുക്കും. will invite a party for the good as well as the bad. ആവർത്തിച്ച് പറയാം, ദുഷ്ടനും വിരുന്നൊരുക്കും, ശിഷ്ടനും അതാ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്. Yes. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ആരാ? ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴയെ വർഷിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. Hallelujah. The Father, he will send rain as well as the blessing upon the good and the bad. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ രക്ഷയുടെ ആ സാർവലൗകിക മുഖമൊന്ന് ശ്രദ്ധിച്ചേ. Look at the bigger picture of the kingdom. ഹല്ലേലൂയ. എല്ലാവരും ക്ഷണിച്ചിരിക്കുക. He invited all. ആരും അതിന്റെ അകത്ത് ഉൾപ്പെടാതെ വിട്ടിട്ടില്ല. He never left anyone. ഹല്ലേലൂയ. വഴിവക്കിലുള്ളവരെയൊക്കെ വിളിച്ചിരിക്കുക. Invited all from the streets. ഇത് അങ്ങനത്തെ ഒരു കല്യാണമല്ല, വഴിവക്കെന്ന് വരുന്നവനെ അയലോക്കത്ത് കണ്ടാ ഓടിച്ചു വിടുന്ന കല്യാണമായത്. It's not a ordinary marriage. നല്ല feast. സ്റ്റാൻഡേർഡുള്ള ആൾക്കാരുടെ കല്യാണമായത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാരും ഒന്നും കയറി വരാറില്ല. അങ്ങനെയുള്ള കല്യാണത്തിന് ഇപ്പം കയറിയിരിക്കുന്നവന് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, പക്ഷെ അവൻ സ്റ്റാൻഡേർഡ് ഉള്ളവനാക്കിയച്ച അവനെ കയറ്റിയത്. Oh, we think that they also entered and got no standard, but he had made them to stand before men entered. അവനെ സ്റ്റാൻഡേർഡ് ഉള്ളവനാക്കിയച്ച അതിന്റെ അത് കയറ്റിയേക്കുന്നത്. Hallelujah. ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണം, ഞാൻ നിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ആർ യു റെഡി ടു റിസീവ് മൈ സ്റ്റാൻഡേർഡ്? Hallelujah. എന്റെ നിലവാരത്തിന് ഒത്തവണ്ണം ഞാൻ നിന്നെ ആക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റി. എന്റെ ആ നിലവാരത്തിന് ഒത്തവണ്ണം വരാൻ തയ്യാറാണ്. Are you prepared to come according to my standard? ആണെങ്കിൽ ഇപ്പോൾ നിനക്ക് ആ വസ്ത്രം സ്വീകരിക്കാം. If so, then you can receive my garment. ഹല്ലേലൂയ. ഇനി നമ്മൾ 14-ാമത്തെ വാക്യം നോക്ക്. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പൊ അത് ഗോഡിന്റെ കോൺസെപ്റ്റിലല്ല, നമ്മുടെ കോൺസെപ്റ്റിലാ. Many are invited, but few are chosen. It's not God's concept, it's our concept. ഹല്ലേലൂയ. ദൈവം എല്ലാവരുടെയും ദൈവമാ. God is God of all. അല്ലേ എല്ലാരും വിളിക്കുകയല്ലോ. Or else you would not have called all. അപ്പൊ ഇവിടെ തെരഞ്ഞെടുക്കാത്ത ആരാ? Then who are the one who has not been chosen? ആദ്യത്തെ കല്യാണത്തിനും എല്ലാരും വിളിച്ചു. ആദ്യത്തെ മീൻസ് Parable. അല്ല, ഇതിന്റെ ആദ്യം പറഞ്ഞില്ലേ, പക്ഷെ ആദ്യം ക്ഷണിച്ചവർ വന്നില്ലെന്ന് പറഞ്ഞില്ലേ? Yes, he called all. അവിടെ എല്ലാരും വിളിച്ചു. നേരത്തെ മുൻകൂട്ടി പറഞ്ഞവരെ എല്ലാരും വിളിച്ചു. ഇപ്പൊ വഴിവെക്കി കണ്ട എല്ലാരും വിളിച്ചു. In the initial also he invited all the guests. But right now he called everyone from the streets. രണ്ട് അർത്ഥത്തിൽ എല്ലാരും ഉണ്ട്. That means he called all. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാരും ഉണ്ട്. In the eyes of God everyone is included. പക്ഷെ എല്ലാവരും ദൈവം എല്ലാരെ സ്വീകരിച്ചു, പക്ഷെ എല്ലാരും ദൈവത്തെ സ്വീകരിച്ചില്ല. But all did not choose him. ദൈവത്തെ സ്വീകരിക്കാത്തവൻ, Those who did not choose him. ദൈവം ആ വെളിച്ചമെങ്കിൽ, If God is the light. കർത്താവ് പറഞ്ഞു I am the light. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ, I am the light. ഞാനില്ല എങ്കിൽ If I am not there, അവിടെ ഇരുട്ടാവുള്ളൂ. you are in darkness. അവിടെ ഇരുട്ടാവുള്ളൂ. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ദൈവം ഇല്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. So without God, God is light. അതാണ് ദൈവം വെളിച്ചമാണ്. God is light. And without the light there is darkness. വെളിച്ചത്തിൽ നിന്ന് ഒരുത്തൻ മാറിയാൽ എങ്ങോട്ടാ പോകുന്നത്? If it goes out of the light, ഞങ്ങൾ വെളിച്ചത്തിന് മുമ്പിൽ നിന്നാ നിങ്ങളോട് സംസാരിക്കുന്നത്. we are standing before the light and speaking to you.
ഞങ്ങൾ ഇവിടുന്ന് മാറിയാലും If we move from here, വെളിച്ചം ഇവിടെ കാണും. the light is here. എന്നിട്ട് ഞങ്ങൾ പറയുക ദൈവം ഞങ്ങൾ ഉപേക്ഷിച്ചു. When we are telling God has forsaken us, no. വെളിച്ചം അവിടെ കത്തിനിപ്പുണ്ട്. The light is still shining there. എപ്പോഴും പറയുന്നത് പിന്നെ ചോദിക്കട്ടെ, പാപം ചെയ്തിട്ട് ആദം ഒളിച്ചോ ദൈവം ഒളിച്ചോ? പറ, വേഗം പറ. When Adam sinned, did he hide or God hide? പറ, പാട്ടുകാരൻ പറ. ആദം ഒളിച്ചോ ദൈവം ഒളിച്ചോ? Adam. ദൈവം ഒളിച്ചില്ല. ദൈവം കൃത്യം വൈകുന്നേരം ആദമേ നീ എവിടെ ചോദിച്ചു വന്നു. God at the same time came and asked, Adam, where are you? ആദം ഒളിച്ചു. Adam hid. ഇതാ this is the difference. മോനെ മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇതാ വ്യത്യാസം. That's the difference. ദൈവം മാറി പോകുന്നില്ല. God is the same. നമ്മൾ മാറിയിട്ട് പറയുകയാണ് But we change. ദൈവം എന്നെ ഉപേക്ഷിച്ചു. And then we say he has forsaken us. മനസ്സിലായി? ദൈവത്തിന്റെ ഹൃദയത്തിൽ അന്ന് സർവ്വജനമാ. അതുകൊണ്ട് യെശയ്യാവ് എന്നെ ഇന്ന് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആക്കി ഫസ്റ്റ് റീഡിങ് വായിച്ചപ്പോൾ. But unless you read the first reading, you cannot understand. അതാ കാരണം അവിടെ അതിന്റെ ലിങ്ക് കിടക്കുന്നത്. Yes. നമ്മളിപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കാതെ 8ാം ക്ലാസ്സിൽ പോയിരുന്നാല് 7ാം ക്ലാസ്സിലെ പാഠം മനസ്സിലാക്കാതെ 8ാം ക്ലാസ്സിലെ കണ്ടിന്യൂവേഷൻ കിട്ടില്ലല്ലോ. Yeah, there's a continuation if only. സെയിം തിങ്. യെശയ്യാ 25:6 അത് കിടക്കുക. In Isaiah 25:6, that's the main context. അവിടെ അത് കിടന്നിട്ട് കൊഴുപ്പുള്ള മൃഗത്തെയാണ്. കൊളസ്ട്രോൾ ഇല്ലായിരുന്നു ഒന്നും ചോദിക്കരുത് ഇനി. കൊഴുപ്പുള്ള മൃഗത്തെ, മജ്ജയുള്ള മൃഗത്തെ അറുത്ത് കൊടുത്തു എന്നാ പറയുന്നത്. അത് അങ്ങനെ തന്നെ The എഴുതിയിരിക്കുന്നത്. fat belongs to the Lord. That's what's written. അപ്പം അങ്ങനെ വലിയ ആഘോഷം നടക്കുക. There's a feast there. ആ വിരുന്നിലേക്ക് എല്ലാവർക്കും ക്ഷണം കിട്ടിയിരിക്കുക. Into that feast, everyone was invited. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് മുമ്പോട്ട് പോകാം. Let me ask one question, then go. നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ നീ തെരഞ്ഞെടുത്തോ? Did you choose the God who chose? God chose you. നിന്നെ വിളിച്ച ദൈവത്തെ നീ വിളിച്ചോ? മുന്നമേ ദൈവം വിളിച്ചത്. ദൈവം എല്ലാം ചെയ്യുന്നേ. അതിനോടുള്ള റെസ്പോൺസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. God called everyone, and it's a response to that. which brings- ഞാൻ ദൈവത്തെ വിളിച്ചു പോയതല്ല, ദൈവം എന്നെ വിളിച്ചു വന്നതാ. It's not I called and went before. ഇവിടെ He called രാജാവാ me. വിളിച്ചത്. The king called all. അങ്ങോട്ട് ചെന്ന് ഞാൻ കല്യാണത്തിന് വന്നോട്ടെ, It's not that I went and asked him, can I come for the എനിക്ക് marriage? കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe I can come for the wedding feast. ഞാൻ വിശ്വസിച്ച് കല്യാണത്തിന് വന്നോട്ടെ. Shall I believe and come into the wedding feast? അങ്ങനൊന്നുമല്ല. No, it's not like that. നീ വിശ്വസിച്ച് കല്യാണത്തിന് പോയതുമല്ല, വിശ്വസിച്ച് നിന്നെ അകത്ത് കയറ്റുമല്ല, ഒന്നുമല്ല. രാജാവ് നിന്നോട് ദയ തോന്നി നിന്നെ അകത്ത് വിളിച്ചു. രാജാവ് നിന്നെ കുടുംബം തന്നു. രാജാവ് പറഞ്ഞു സ്വീകരിച്ചു വാ. Hallelujah. By the mercy and grace, he called in and he clothed you. And ഭാവി then- കെട്ടിപ്പിടിച്ചുടുപ്പിനെ. ഭാവി പറഞ്ഞു എനിക്കിത് വേണം. Hallelujah. സ്വയം നീതിക്കാരൻ പറഞ്ഞു സോറി. The self-righteous person said, no, sorry. I have my own garment. I have my own garment. അതൊന്ന് പറ. The self-righteous man said, I have my own garment. എനിക്ക് എന്റേതായ ഒരു ഉടുപ്പുണ്ട്. ഇനി ഇതിന്റെ മേളിൽ എന്തിനാ ഒരു ഉടുപ്പിടുന്നത്? Why should I put another cloth on? എനിക്കിനി എന്തിനാ? That's a point. ഡോക്ടർ അവിടെ വന്നു കഴിഞ്ഞു. എനിക്ക് എന്റേതായ ഒരു ഉടുപ്പുണ്ട്. ആ ഉടുപ്പ് ഞാൻ എത്ര കൊല്ലം കൊണ്ട് തുന്നി ഉണ്ടാക്കിയതാണെന്നറിയാം. അന്നേരമാ ഇങ്ങോട്ട് my own വന്നിട്ട് self-righteous which I have been wearing for the last many years. And yeah. now the king is telling, where is your garment? അതിന്റെ ഒന്നും കാര്യം എനിക്കില്ല. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ. I am from a good family. I don't need that garment. ഹല്ലേലൂയ. ഇങ്ങനെ കുരിശുമൂട്ടിലാണേ പോലും. ഇങ്ങോട്ട് വാ. Hallelujah. ഹല്ലേലൂയ. ഏത് വലിയ കുടുംബത്തിൽ പറഞ്ഞവനാണേ പോലും ഈ Whatever be the background. ഈ നീതി സ്വീകരിക്കാതെ, Without you ഈ receiving, പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിക്കാതെ, unless you believe കുരിശിലെ in the finished ദിവ്യബലിയെ work of ഏറ്റെടുക്കാതെ, unless you believe in the finished work of ഈ Jesus, പിതാവിന്റെ രാജ്യത്തിലെ സൗഭാഗ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. വെളിച്ചത്തിലെ ആഘോഷം നിനക്ക് കാണാൻ you കഴിയും. cannot enter into the wedding feast of the Father. ഹല്ലേലൂയ. Hallelujah. അപ്പൊ പുറത്തിരുട്ടാണെങ്കിൽ അകത്തന്നെ ആയിരിക്കും. അതോട് പറഞ്ഞ അവസാനം. If it is darkness outside, what is പുറത്തിരുട്ടാണെങ്കിൽ അകത്തന്നെ ആയിരിക്കും. if it is our darkness outside, what is അപ്പൊ നിങ്ങൾ inside? എന്നോട് ചോദിക്കും ഏതായി ഇരുട്ട് ഏതായി വെളിച്ചം? You may ask, what is this light and what is this dark? രാജാവുള്ളിടം വെളിച്ചം, Where the king, there is light. രാജാവില്ലാത്തടം ഇരുട്ട്. Wherever there is no king, there is എവിടുന്ന് darkness. എങ്ങോട്ട് കൊണ്ടുപോയി? From where you took? എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? From where you was taken? അതാ കാണുന്നത്. രാജാവുള്ള ഇടത്തുനിന്ന് രാജാവില്ലാത്ത ഇടത്തേക്ക്. From the place where the king was there, taken to where the king is not there. അവിടെ എല്ലാം തപ്പി നടക്കണം അല്ലേ? ഇരുട്ടത്തെല്ലാം തപ്പി നടക്കണം. Yeah. തപ്പി നടക്കിയിട്ട് കിട്ടാത്തതിന്റെ കരച്ചിൽ അവിടെ. There's a cry because you don't find anything there.
അവിടെ തപ്പി നടത്തിയിട്ട് കിട്ടാത്തതിന്റെ പല്ലുകടിയാ അവിടെ. You're searching, but you're not finding it because there's a. ഇവിടെ വെളിച്ചമായതുകൊണ്ട് എല്ലാം കാണാം. Because there's light here, you can see everything clearly. കാണാം, കേറാം, അനുഭവിക്കാം. You can see, you can enter, and you can receive. ദൈവനീതിയെ വാരിപ്പുണരൂ. Oh, just receive the righteousness of God. സ്വയനീതിയിൽ നിന്ന് ഇറങ്ങൂ. Get out of his self-righteousness. പറ, ഞാൻ ഇന്ന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നെ കർത്താവ് ശക്തീകരിച്ച് ഞാൻ ചെയ്തതാണ്. Hallelujah, Lord, because you become my strength, that's why I could do all these things. ചെയ്തത് പ്രവൃത്തിയല്ല, ദൈവമേ ചെയ്യാൻ എനിക്ക് തന്ന കരുണയാൽ ഞാൻ ചെയ്തതാണ്. It's because of your mercy that you prepared. എന്റെ പ്രവൃത്തിയല്ല, It's not my work. അങ്ങ് എന്നിൽ പ്രവർത്തിച്ചതാണ്. Because you are working in and through me. എന്റേതല്ല, എന്നിലൂടെയാണ്. It's not me, it's through me. Hallelujah. അത് എന്റേതല്ല, എന്നിലൂടെയാണ്. It's not mine, it's through me. ഇന്ന് ഗാർമെന്റ് റെഡി, Today the garment is ready. ഫീസ്റ്റും റെഡി, The feast banquet feast is സർവ്വ ready. ജനത്തിനുമുള്ള വലിയ വിരുന്ന് റെഡി. The feast for all the nations is ready. Oh, hallelujah. Are you ready to receive the garment and Hallelujah. enter into the wedding? നിങ്ങൾ Wedding. തയ്യാറാണോ അത് സ്വീകരിക്കാൻ? സ്വീകരിച്ച് അകത്ത് കയറാൻ തയ്യാറാണ്. Are you prepared to wear it and get in? രാജാവ് വിരുന്ന് വാഴികളെ നോക്കുകയാണ്. അതുകൂടെ വായിക്കാം നമുക്കല്ലേ. Yeah. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, ഡിയർ ബ്രദർ. The king went to look at the guest and saw a man. ചോദിക്കുകയാണ്, എന്തോ ആയിക്കോട്ടെ പേര്. The king is asking him, friend, ഫ്രണ്ട്, മിസ്റ്റർ, നിങ്ങൾ Mr. എങ്ങനെ, or Mrs. or whatever may be. നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് വന്നു? How did you get in here without the wedding clothes? നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? How did you get in without the wedding clothes? ഞാനെതിരെ ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു കുറെ വർഷം മുമ്പ്. ഡോക്ടർ കണ്ടിട്ടുണ്ടോ അതിന്റെ സ്കിറ്റ് ചെയ്തത്? നമ്മുടെ യൂട്യൂബിലാണ്. Sometime back he did a നിതീഷ് ഒക്കെ skit. എന്റെ പ്രധാന നടനായിരുന്നു. I think I have seen it, wearing that clothes. ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരി ടൗൺ ഹാളില് Yeah. ഇതിന്റെ ഒരു സ്കിറ്റ് ചെയ്ത നമ്മുടെ It's യൂട്യൂബ് a new days. ന്യൂ ഇയറില് അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു. ഒരു ഇതായിരുന്നു അതിന്റെ അവലംബം. The theme was this. അപ്പൊ അവിടെ ആ സ്കിറ്റില് ഞങ്ങളിങ്ങനെ സ്വയനീതിക്കാരനെ, In that skit there were some people who were the സ്വയനീതിക്കാരൻ കയറി വരും. self-righteousness. സ്വയനീതിക്കാരൻ കയറി വരുമ്പം ഈ കുപ്പായം കൊടുക്കുന്നവരുണ്ട്. So when the self-righteous person It's there comes in the in, YouTube. Maybe ഇന്ന് എനിക്ക് ഗ്രൂപ്പിലൊക്കെ കൃപയുടെ നേരം വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ആ സ്കിറ്റ് അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫുള്ള് മനസ്സിലാവും. if you can go through that, you can understand the context. ഇത് തന്നെയാ അത്. The same thing. അപ്പം ഈ വഴി കയറുന്നിടത്ത് ഉടുപ്പ് കൊടുക്കുന്നവരുണ്ട്. അവിടെ അവര് ഉടുപ്പ് കൊടുത്തോണ്ടിരിക്കുക. The gate there, some people are there to give the പാപികൾ വന്ന് പുണർന്ന് സ്വീകരിക്കുക. the self-righteous, they come, the sinners, they come and receive this garment. സ്വയനീതിക്കാരൻ വന്നപ്പോ ചോദിക്കുകയാണ്, The self-righteous person came and said, അവന് വേണം എന്ന് എനിക്കറിയാം. he needs it. മത്തായി അല്ലേ ചുങ്കക്കാരൻ? He is the tax collector, the Mattai. മറ്റവനും വേണം. The other one also needs it. അവന് സക്കായി അല്ലേ? He's a guy. ഞാനോ? But me, ഞാനോ? പ്രകാശത്തിന്റെ രസം കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. I don't need this. ഞാനോ? എനിക്കോ? എനിക്ക് എന്റെ ഒന്നും ആവശ്യമില്ല. I don't need that. That attitude. നിങ്ങൾ എന്നെ വിട്ടേരെ. അവിടെ എടുത്ത് ഞാൻ ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന, നിങ്ങൾ എന്നെ വിട്ടേരെ, ഞാൻ അകത്ത് പോയി കാര്യം പറഞ്ഞോളാം. You leave me, I'll go and tell it, speak it in inside chamber. കുപ്പായം കൊടുക്കുന്നവരെ തള്ളി മാറ്റിയിട്ടാ ഈ വിദ്വാൻ അകത്തേക്ക് പോകുന്നത്. The self-righteous person push those people. And നിങ്ങൾ എന്നെ തടയുന്നത്? മാറി നിൽക്കേ. why are you blocking me? You move. നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? Why are you blocking me? അവനകത്ത് കയറി ഞാൻ നേരിട്ട് കാര്യം പറഞ്ഞോളാം. എനിക്ക് നിങ്ങൾ ഇടനിലക്കാരൊന്നും വേണ്ട, എനിക്ക് ഡയറക്റ്റ് ബന്ധമാണ്. He said, I'll just go and directly speak to the king. ഡയറക്റ്റ് ചെന്നപ്പോഴായി പ്രശ്നം So സംഭവിച്ചു. when it happened, when he went directly, that same thing happened here. കുപ്പായം സ്വീകരിച്ചു. The king is asking, did you receive the garment? Yes. അവൻ ബന്ധിതനാവുകയാണ്. He's been bound. Hand and foot. സ്വയനീതിയുടെ Look at the pathetic condition of the self-righteous. the pathetic condition of the self-righteous. Hallelujah. സ്വയനീതി എത്രത്തോളം നമ്മെ നശിപ്പിക്കുമെന്ന്. Look at ഭയങ്കര സുഖമാണ്. how much self-righteousness can pull us down. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് യേശുവും അപ്പോസ്തലന്മാരും വിശുദ്ധ യോഹന്നാൻ സ്നാപകനും ഒന്നും പ്രസംഗിച്ചത് റിലീജിയസ് അല്ലാത്ത ഒരു ഗ്രൂപ്പിനോടാണെന്ന്. Don't imagine that all those Jesus and apostles, they preached to a non-religious group.
ആഴ്ചയിൽ 3 നേരം ഉപവസിക്കുന്നവരോട് അവർ സംസാരിച്ചത്. They were ബ്രദർ speaking to ഉപവസിക്കാറുണ്ട് people ആഴ്ച who 3 are ദിവസം. fasting for 3 days a week. ആഴ്ച 3 ദിവസം ഉപവസിക്കുന്നവരോടാണ് അവർ സംസാരിച്ചത്. The audience was the people who were fasting for 3 days a week, കടുകിന് നിങ്ങൾ ദശാംശം കൊടുക്കാറുണ്ടോ? paying tithe in everything. കറുവാപ്പട്ടയ്ക്ക് ദശാംശം കൊടുക്കാറുണ്ടോ? അതുപോലും കൊടുക്കുന്നവരോടാണ് അവർ പ്രസംഗിച്ചത്. They were speaking to an audience who were fulfilling all അവരോട് the പറയാ, law. നിങ്ങളുടെ നീതി ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. അപ്പൊ ശാസ്ത്രിയുടെയും പരീശന്റെയും നീതിയെ കവിയണമെങ്കിൽ 3 ദിവസം ഉപവസിക്കുന്ന ഇവർ ഇനി എന്ത് ചെയ്യണം? So until and unless your righteousness exceed that of the scribes, you can enter into the kingdom of God. 4 So what ദിവസമെങ്കിലും must they ഉപവസിക്കണം. do? What must they do? If they are fasting for 3 days, do they fast for 4 days? കടുകിന് പതാരം കൊടുക്കുന്ന നിങ്ങൾ, ജീരകത്തിന് പതാരം കൊടുക്കുന്ന നിങ്ങൾ, ഇനി പതാരം മാറ്റിയിട്ട് 10 1 കൊടുക്കുന്ന മാറ്റിയിട്ട് 20 കൊടുക്കണം. ആ തരത്തിലേക്ക് വരണം. 10 2 കൊടുക്കണം. Paying 1/10, they have to go to pay. അതാണോ ഇതിന്റെ അർത്ഥം? പരീശന്റെ നീതിയെയും ശാസ്ത്രിയുടെ നീതിയെയും കവിയുന്ന ഒരു നീതി ഉണ്ടെങ്കിൽ ആ നീതി ദൈവപുത്രനായ യേശുവിന്റെ നീതിയാണ്. If there is one righteousness that exceeds the righteousness of scribes and the Pharisees, it is the righteousness of the Jesus. ആ നീതിയെ സ്വീകരിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ Unless you കഴിയും. receive that righteousness, you cannot enter the kingdom of യാക്കോബ് God. ശ്ലീഹ അത് വ്യക്തമായിട്ട് പറയുന്നു. James said it. ഒന്നിൽ തെറ്റിയവൻ എല്ലാത്തിലും തെറ്റി. If you fall in one, you fall in all. ട്രൂ ഗോസ്പൽ ഹൃദയങ്ങളിലേക്ക് Hallelujah. മുഴങ്ങട്ടെ. That's the true gospel. ഇന്ന് നമുക്ക് ദൈവനീതിക്ക് വേണ്ടി ശരണപ്പെടാം. Let's all cry for this. പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ അവസരമുള്ളപ്പോഴും എല്ലാം പറയാം, കർത്താവേ കരുണയാ 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 കരുണയാ. Whenever you get chance to pray without praying. നിൽക്കുമ്പോഴും വീഴുമ്പോഴും പറയാം, കർത്താവേ Oh, it's കരുണയാ. your mercy. It's your mercy. It's your grace, your mercy, your mercy. 5 മണിക്കൂർ പറ്റി ദയ. If I can pray for 5 hours. ഇന്ന് 2 it's മണിക്കൂർ your പറ്റി grace. ദൈവമേ ദയ. ഓ Hallelujah. കർത്താവേ കരുണ. It's your mercy alone. അയ്യോ ഇന്ന് 7 മണിക്കൂർ പറ്റി ദൈവമേ കരുണ. If I can pray for 7 hours, it's your ഒരു mercy. മാസം മുഴുവൻ ദൈവപാദപീഠത്തിൽ ഇരിക്കാൻ പറ്റി. ഞാൻ എന്താണ്ടോ ആണെന്നല്ല, ദൈവമേ അങ്ങ് കൃപ ചെയ്തുകൊണ്ട്. Because of എന്തോ your ഒരു grace. സ്നേഹത്തിന്റെ ബന്ധമാണത്. Hallelujah. അതിൽ ആശ്രയിക്കരുത്, അതിൽ ആശ്രയിക്കരുത്. ആശ്രയിക്ക് കർത്താവിന്റെ അതിദാരുണമായ പീഡാസഹനത്തെ ആശ്രയിക്ക്. Hallelujah. Just focus on the finished കുരിശിനെ work of the ആശ്രയിക്ക്. cross. പറ വിശുദ്ധ കുരിശിന്റെ ആശ്രയം ഞാൻ സ്വീകരിക്കുകയാണ്. Hallelujah. I അതാ depend upon the കുപ്പായം, finished അതാ work. കുപ്പായം. That's the righteousness of God. അതാ കുപ്പായം. That's what Romans 8:2 also says. Romans 8:2. Because the flesh was weak, our flesh was weak. നമ്മുടെ ജഡത്താൽ ബലഹീനം ആയതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലോ പാപനിമിത്തം അയച്ചു. Hallelujah. Because of the weakness of the flesh. We cannot do by our own strength. നമുക്ക് പറ്റില്ല. പറ്റുമായിരുന്നു യേശുവിന്റെ ആവശ്യമില്ലായിരുന്നു. If it was Jesus would not have gone to the cross. പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ സ്വയനീതി കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ അടുക്കൽ എത്താൻ പറ്റുമായിരുന്നെങ്കിൽ യേശുവിന്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് ആവശ്യത്തിനോട് യേശു വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഇവിടെ പ്രാക്ടീസ് ആയിട്ടുണ്ടായിരുന്നു. If I could enter into the presence of God with my self-righteousness, then Jesus did not have come. ഹല്ലേലൂയ. Hallelujah. ഒരു മനുഷ്യന്റെ ഒരു നീതി പ്രവൃത്തിയും. ഹല്ലേലൂയ. None of your self-righteousness. അവന്റെ നീതി പ്രവൃത്തിയല്ല, കർത്താവേ എന്റെ നീതി പ്രവൃത്തി മുഴുവൻ അങ്ങിലൂടെയാണ്. അങ്ങാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. It's you, Lord. അപ്പൊ ദൈവം പറയാണ് വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആ പ്രവൃത്തി, What is that work? ആ പ്രവൃത്തി എന്താണ്? What is that work? ആ പ്രവൃത്തിയാണ് നമ്മൾ അറിയേണ്ടത്. That work is this. ഈശോ നമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവൃത്തിയോട് ചേർന്ന് നാം സഹകരിച്ച പ്രവൃത്തിയാണ്. When he works in and through you, you partner with him. ഞാനാ ചെയ്യുന്നത്. It's through me. ഞാനാ ചെയ്യുന്നത്, ഞാനാ ചെയ്യേണ്ടത്. I am have to do it. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. But he is working in and through me. കരമുയർത്താം. Hallelujah. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. എല്ലാവരും പറഞ്ഞേ, Every one of you. എന്റെ കർത്താവേ, My Lord. അങ്ങയുടെ നീതിയെ ഞാൻ I സ്വീകരിക്കുന്നു. receive your righteousness. Receive. സത്യം ഞാൻ Receive പറയാം. your righteousness. ഇന്ന് കേൾക്കുന്ന എല്ലാവരോടും പറയാം. For all those who are listening to us, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. just listen to us.
ദൈവനീതി ഒന്ന് സ്വീകരിച്ചാൽ receive the righteousness of God. വെളിച്ചത്തിലുള്ള അവകാശം നമുക്ക് എടുക്കാം. And you can receive the light. നമുക്ക് രാജാവിന്റെ കൂടെ പ്രകാശത്തിലേക്ക് We പോകാം. can go along with the king into the light. അവിടെ എല്ലാം ഉണ്ട്. Everything is there. അവിടെ എല്ലാം ഉണ്ട്. Everything is prepared. for them. സൗഖ്യം അവിടെ ഉണ്ട്. The healing is there. നിങ്ങൾക്കായി ഒരു വീട് ഒരുക്കി വെച്ചിട്ട് There's a house that's been prepared for ഇനി you. ആ മുറികളിലുള്ള ഓരോന്നും എടുക്കാൻ അനുവാദം You can ചോദിക്കണം. enter into the house and take into അനുവാദം every room. ചോദിക്കണോ? You did not ask for permission. സമാധാനമാണോ ഇല്ലാത്ത? If you don't have peace, കേറിയെടുത്തോ. come on, get in and receive it. സൗഖ്യമാണോ ഇല്ലാത്ത? If you want healing, കേറിയെടുത്തോ. enter and receive it. സമൃദ്ധിയാണോ അനുഭവിക്കാൻ If താല്പര്യം? prosperity you want, കേറിയെടുത്തോ. enter and receive it. കനോസിസിലേക്കാണോ പോകുന്നത്? Hallelujah. സ്വയശൂന്യവൽക്കരണത്തിലേക്കാണോ പോകാൻ താല്പര്യം? Hallelujah. ഹല്ലേലൂയ. ഡിനൈയിങ്ങിലേക്ക് എംപ്റ്റിനെസ് സ്വീകരിക്കാനുള്ള മനസ്സിലേക്കാണോ പോകുന്നത്? റിസീവ് എവറിഥിങ്. നമുക്ക് സ്വീകരിക്കാൻ കഴിയും, കാരണം നമ്മൾ രാജാവിന്റെ കൂടെ പ്രകാശത്തിലാണ്. We are along with the king in the ഓ light. ഹല്ലേലൂയ. രാജാവിന്റെ കൂടെ We പ്രകാശത്തിലാണ്. are in the light with the king. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഒരു മനസ്സോടെ ആ ഗാർമെന്റ് ഒന്ന് സ്വീകരിക്കാം. Hello, with what mind accord we just receive the garment. Let us receive the garment. Hallelujah. നമുക്ക് ആ വസ്ത്രം ഒന്ന് സ്വീകരിക്കാം. Let's receive that garment. ഹല്ലേലൂയ. Hallelujah. എന്നിട്ട് നമുക്ക് ആ കൃപയുടെ അടുക്കലേക്ക് ഒന്ന് അടുത്തിയല്ല. Let's come to the throne of the grace. ആ സ്വീകരിക്കുന്നതിനെയാ വിശ്വസിക്കുക എന്ന് പറയുന്നത്. It's receiving that's called Faith, believing. believing, yeah, of course, believing. Hallelujah. 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 കരം രണ്ടും വിരിച്ചു പിടിച്ചേ. Stretch forth your hands. ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നോട്. Pray like this. കർത്താവായ യേശുവേ, Lord Jesus, ഞാൻ തുറന്നു പറയുന്നു, I just openly say to you, Lord, ഞാൻ നഗ്നനാണ്. I'm naked. എന്നെ ഉടുപ്പിക്കണമേ. Oh, garment me, O Lord. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച എല്ലാവരും നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് Put പ്രാർത്ഥിക്കും. your hands on കർത്താവേ, your chest and say, Lord, ഞാൻ നഗ്നനാണ്, I am naked, Lord. എന്നെ ഉടുപ്പിക്കണമേ. Oh, clothe me, O Lord. എനിക്ക് സ്വയനീതിയുണ്ട്, I have self-righteousness. എന്നെ ദൈവനീതിയിലേക്ക് നയിക്കണമേ. Lead me into your righteousness, Lord. ഓരോ നിമിഷവും Every moment of my life. അങ്ങയുടെ വെളിച്ചത്തിന്റെ Help me അവകാശത്തിലേക്ക് to walk in the light that you are the light. എന്നെ നടത്തണമേ. Lead me, O Lord. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന വചനം ഇങ്ങനെ, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന്, പത്രോസ് സ്ലീഹ പറയുമ്പോൾ പറയും, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. You have been delivered out of the darkness into the kingdom of his beloved son. കൊളോസ് ലേഖനത്തിൽ അത് തന്നെ പറയുന്നു. ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിലെ You have been അവകാശം. taken out of the darkness into the kingdom of his beloved son. വെളിച്ചത്തിന്റെ രാജ്യത്തിലെ അവകാശം. Oh, you have been called into the light of the kingdom. ആ വെളിച്ചത്തിന്റെ അവകാശികൾ. And you are the inheritance. അവകാശികൾ, വെളിച്ചത്തിന്റെ അവകാശികൾ. Hallelujah. ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം, കാരണം ഇപ്പൊ അത് ആർക്കോ വേണ്ടി പറയാൻ വേണ്ടി പറയുന്നു. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം. യെസ്, 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. കൊളോസ്സോസ് 1:12. Colossians 1:12. Yeah. വായിച്ചോ ഡോക്ടർ. ഇങ്ങനെ വായിക്കുന്നത്, സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും അവിടുത്തെ മഹത്വത്തിന്റെ പ്രഭാവത്തിനനുസരിച്ച് സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ. അടുത്തത്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിനായി നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പി. And with joy give thanks to the Father who has made you fit to have your share of what God has reserved for his people in the kingdom of light. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പി. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം അവകാശികളാകാൻ നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പി. 3-4 പ്രാവശ്യം പറയട്ടെ. പ്രകാശത്തിൽ, ചേർന്ന് പറയാം, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പി. കൊളോസോസ് 2:12 ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിക്കേ. ആ വാക്യം ഒന്ന് കോപ്പി ചെയ്തേ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പീൻ. പ്രകാശത്തിൽ, ഒന്നുകൂടെ പറഞ്ഞു, പ്രകാശത്തിൽ, ഉറക്കെ പറ, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം അവകാശികളാകാൻ നമ്മെ, പറ, പ്രകാശത്തിൽ
വിശുദ്ധരോടൊപ്പം 12ാമത്തെ വചനം, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിപ്പിക്കും. Giving thanks to the God the Father who has made us worthy to have a share in the portion of the saints in the light. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം നിങ്ങൾ പറയുന്ന വരെ ഞാൻ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം അവ രണ്ട് ചോയ്സാ. It's a choice. The light or the darkness. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം അവകാശത്തിൽ പങ്കുചേരാം. In the light you can share with the inheritance of the saints. ദൈവനീതിയെ സ്വീകരിച്ചാൽ മാത്രം മതി. All you have to do is receive his God's righteousness. തുറന്നു പറ. Hallelujah. കർത്താവേ, Hallelujah. അഗ്നി എന്നിൽ കത്തട്ടെ. ഒന്നുകൂടെ വായിച്ചോ. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ Hallelujah. Giving thanks to the Father പിതാവിന്, who has made us worthy to share. യോഗ്യരാക്കിയ പിതാവിന്, The one who has made us worthy is the Father. നമുക്ക് നന്ദി പറയാം. Let's give thanks to the Father. പ്രകാശത്തിൽ എന്നാ ഉണ്ട്? In the light what you have? പ്രകാശത്തിൽ എന്നാ ഉണ്ട്? What do you have in the light? വിശുദ്ധരുടെ കൂടെ അവകാശമുണ്ട്. The portion of share the portion of the saints in the light. അവിടെ പോർഷനാ, മറ്റിടത്ത് വേജസ്. In the other one you have wages. Here you have inheritance. Here you have the inheritance. You are the heir of God. Oh, ദൈവത്തിന്റെ അവകാശങ്ങളും യേശുവിനോട് കൂട്ടവകാശങ്ങളും. ഏത് വേണം? Which one? Choose. പാപത്തെക്കാൾ. Hallelujah. ഇങ്ങനെ ഒരു പദം പറഞ്ഞ വേണേ വിമർശിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതാണ് കറക്റ്റ് അതാണ് കറക്റ്റ് വാക്ക്. പാപത്തെക്കാൾ ഗൗരവമാണ്. പാപത്തെക്കാൾ പാപിക്ക് ഓടി വരാം. The sinner can any time come. പാപിക്ക് ഏത് സമയത്തും വന്ന് സ്വീകരിക്കാം. The sinner can any time come and receive this. പക്ഷേ സ്വയനീതിക്കാരൻ പകച്ചു നിൽക്കും. But a self-righteous will stand alone. അവൻ പറയും എനിക്ക് ഇതിന്റെ ആവശ്യം. He said, no, I don't need that. പറ എനിക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. But you tell, I need it. നിങ്ങൾ ദുഷ്ടരായിക്കോട്ടെ ശിഷ്ടരായിക്കോട്ടെ. Maybe you're good or bad. ഞാൻ ആരാ ഇത് രാവിലെ നിങ്ങളെ വന്ന് വിധിക്കാൻ? I'm not someone else's master to judge you. I am not your master to judge you. ഞാൻ നിങ്ങളുടെ യജമാനനല്ല നിങ്ങളെ വിധിക്കാൻ. I'm not your master to judge you. Hallelujah. You judge yourself. Come. കർത്താവേ, Lord. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. I pray like this, Lord. എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. All of you. Stand up. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, Pray like this. എനിക്ക് ആ നീതിയുടെ വസ്ത്രം ആവശ്യമുണ്ട്. Lord, I need that righteousness garment. വെളിച്ചത്തിലുള്ള അവകാശം എനിക്ക് വേണം. I need the inheritance in the light. കൊളോസ്യോസ് 1:12 ഞാൻ വിശ്വാസത്താൽ I സ്വീകരിക്കുന്നു. believe Colossians 1:12 by faith. എന്റെ അവകാശം ഞാൻ സ്വീകരിക്കുന്നു. I receive my inheritance. ഈ സമയത്ത് തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. Let the healings occur right now. ഈ സമയത്ത് തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. Let the healings occur right now. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. Miracles, let it happen. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അത്ഭുതങ്ങൾ നടക്കട്ടെ. Oh, let the prayer request, every prayer request, the യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. miracles happen in the name of Jesus. 11-ാം തീയതി 10-ാം മാസം 2020 ഇന്ന് പ്രാർത്ഥന അപേക്ഷ നടത്തിയിരിക്കുന്ന അത്രയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. Pray for all the requests. ഫാദർ മാത്യു കർണാട്, പുള്ളി ഒരു അച്ഛനാണ്. ഫാദർ അച്ഛനാണല്ലോ. ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, കുറച്ച് നാളായിട്ടിരിക്കുന്നു. ഫാദർ മാത്യു. ഫാദർ മാത്യുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അത് കുറേ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ജോർജ്, ഡോക്ടർ സ്റ്റെഫാനോ, അമൃതമോള്, മോൻസി, പിന്നെ അതുകൂടാതെ ന്യൂറോ ഡിസീസിലുള്ള ജോമിച്ചൻ, ജോലി നഷ്ടമായ ഒരുപാട് ആളുകൾ, ജസ്വിൻ, ഹെൽത്ത് ഇഷ്യൂ ഉള്ള സാവിയോയുടെ ഹെൽത്ത് ഇഷ്യൂസ്, തരണിക്ക് ലെഗിന് ഡിസബിലിറ്റി, അതുപോലെ വേറൊരു ചാണ്ടി എം ആന്റണിയുടെ 2 കാലിന് 2 ഹൈറ്റ് ഡിഫറൻസ്, ഒരു കാലിന് 1 ഇഞ്ച് കുറവാന്ന് പറയുന്നത്, അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 2 കാലം ഒരേ ലെങ്തിലായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ആദ്യം ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ക്യാൻസർ പേഷ്യന്റുകളുടെ മേലെ യേശുവേ. വിജയം തന്നെ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് ഹല്ലേലൂയ. prayer സ്തുതിച്ച്, service സ്തുതിച്ച്, വന്നിരിക്കുന്ന സ്തുതിച്ച്, ഓരോ സ്തുതിച്ച്, ക്യാൻസർ സ്തുതിച്ച്. പേഷ്യൻസിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആരാധന. സൗഖ്യം കരുണ, കരുണ, കൽപ്പിക്കുന്നു. കരുണ, 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 അങ്ങയുടെ കരുണ, നിത്യമായ കരുണ, സൗഖ്യം കരുണ, ഈ കരുണ. മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ കർത്താവേ. നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവർ വെളിച്ചത്തിൽ കരുണ, വിശുദ്ധരോടുകൂടിയുള്ള കരുണ, കരുണ, അവകാശികളാണ് കരുണ. കർത്താവേ. യേശുവേ. ആ അവകാശത്തിൽ കർത്താവേ അവർക്ക് സൗഖ്യമുണ്ട്. അവർ പൂർണ്ണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ ശരീരത്തെ കർത്താവ് നൽകിയതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. Hallelujah. കാനഡയിൽ നിന്ന് ഒരു എലിസബത്ത് സെബാസ്റ്റ്യൻ വിളിച്ചിരിക്കുന്നു. സ്റ്റൊമക്കിന് വളരെ വേദനയാന്ന് പറഞ്ഞുകൊണ്ട് ആ മകൾക്ക് വേണ്ടി Elizabeth from Canada. ഹല്ലേലൂയ. In the name of വലിയ Jesus. മറക്കള്, വലിയ Yeah. മറക്കള് യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചു തുടങ്ങി. എലിസബത്ത് ആ കൈ സ്റ്റൊമക്കിലോട്ട് വെക്കുക ഇപ്പോൾ തന്നെ. ചമ്മയിലേക്ക് കൈ അമർത്തി വെക്കുക. ഹല്ലേലൂയ. കാനഡയിൽ നിന്ന് ഈ സമയത്ത് കാണണമെങ്കിൽ ഉറക്കള ചിരിപ്പുണ്ടാവും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിശ്വാസം സൗഖ്യം വലുതുമാകണം. കൽപ്പിക്കുന്നു ഈ കർത്താവേ. സമയത്ത് തന്നെ നിന്റെ ചമ്മി സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ Blood of Jesus shed ഈ on the cross. സമയത്ത് തന്നെ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ Power of the blood of the cross. വലിയ അത്ഭുതങ്ങൾ ഈ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിബിയ കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ Hallelujah. ഹല്ലേലൂയ. ലിബിയ എന്ന ഒരു സഹോദരൻ ജോലിയുടെ പ്രശ്നത്തിൽ സാമ്പത്തിക പ്രശ്നത്തിൽ വിളിച്ച ഷിബു മാത്യുവിന്റെ ലിബിയയിലായിരിക്കുന്ന ഷിബു മാത്യുവിനോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലിബിയയിൽ നിന്ന് പ്രാർത്ഥന ഷിബു മാത്യൂസിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. യേശുവിന്റെ നാമത്തിന്റെ നിന്റെ വിജയം. മകന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം കർത്താവ് മാറ്റിയതിനായി നന്ദി കർത്താവേ. Hallelujah, hallelujah. യേശുവിന്റെ നാമം. 9 ഡേയ്സിൽ ഒരു പ്രോമിസ്. ആ വ്യക്തിയുടെ പേരെന്തായിരുന്നു? ഷിബു മാത്യു. Shibu from, ഷിബു. from Libya. ഷിബുവിനോട് 9 ഡേയ്സിലെ ഒരു പ്രോമിസ് പറയാൻ കർത്താവ് പറയുന്നു. ഈ 9 ഡേയ്സ് കർത്താവ് ഈ ഫിനാൻഷ്യൽ വിഷയത്തില് അതിശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. Amen. Hallelujah. നീ വിശ്വസിച്ചോ? ആ അത്ഭുതം നിനക്ക് വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. Hallelujah. സുജിത മറിയ പ്രതീക്ഷ അവർ രണ്ടുപേരും പ്രോപ്പർട്ടി സെയിലിന് വേണ്ടി കുറെ നാളുകളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വസ്തുക്കൾ വിൽക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡിപ്രഷനിലായിരിക്കുന്ന നീന മോൾ കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ അതുപോലെ ഒരാളുടെ വസ്തു വിൽക്കത്തില്ല. വിൽക്കാതെ കർത്താവ് വേറെ വഴി തുറക്കാൻ ആഗ്രഹിക്കും. ഇനി അത് Amen. എഴുതണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഹല്ലേലൂയ. പ്രതീക്ഷയോട് പറഞ്ഞേക്കത് പ്രതീക്ഷയോട് 10 ഏക്കറുള്ള സ്ഥലം ആ, വഴി ലഭിച്ച് വഴിയുള്ളവൻ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. ആ, ആ. ഇനി അത് വിഷയം വേണ്ട നമുക്ക്. വഴിയായവൻ നിന്റെ സ്ഥലം വാങ്ങി. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷ അതിന്റെ അകത്ത് വലിയ നന്മ വരുന്നുണ്ട്. ഇപ്പൊ വിട്ടുകളയല്ലേ. ഓക്കെ സജിയുടെ മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വയനാട്ടില് നിർമ്മൽ നിർമ്മൽ. ആ മകനെ ഒരിക്കൽ നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചാണ് ഇവിടെ. Okay, ആ മകന് OCD പ്രശ്നമുണ്ട്, ഡിപ്രഷൻ പ്രശ്നമുണ്ട്. ഇതെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കത്തില്ല. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. MBBS അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ MBBS അഡ്മിഷന് കുറെ പേര് എഴുതിയിട്ട് റിക്വസ്റ്റ് പേരുകൾ പെട്ടെന്ന് ഒലിവിയ, ഒലിവിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, അങ്ങ് അവളെ ഒരു മിഷൻ ഡോക്ടറാക്കാൻ ആമേൻ. പദ്ധതി ഇട്ടിരിക്കുന്നല്ലോ. അതിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓക്കേ. അവളൊരു മിഷൻ ഡോക്ടർ. ആമേൻ. ഹല്ലേലൂയ. Yes. ഒലിവിയ. ആ, ജാൻസി രാജിയുടെ മകൾക്ക് ഡിസബിലിറ്റി ഡോക്ടർ യേശുവിന്റെ നാമത്തിൽ നിന്റെ മകൾക്ക് സൗഖ്യമുണ്ടായെന്ന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. നീതുവിന്റെ സോറിയാസിസ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോറിയാസിസ്. യെസ്. സോറിയാസിസ്. ഡാൽസി ജേക്കബ് സ്കിൻ അലർജി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ അമേരിക്കയ്ക്ക് ഈസ്റ്റേൺ ടൈം സോണിലുള്ളവർക്ക് വേണ്ടിയുള്ള ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സോറിയാസിസിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് എന്നെ കാണിച്ച ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ചെതുമ്പല് പൊഴിഞ്ഞു വീഴുന്ന പോലെ Hallelujah. ശരീരത്തിൽ നിന്ന് ചെതുമ്പല് വീണ ഇന്നത്തെ ദിവസം അനേക മക്കളെ കർത്താവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. അതിപ്പോ ഇപ്പൊ ഉറപ്പിക്കുക കർത്താവ്. ഹല്ലേലൂയ. അത്ഭുതകരമായ സ്പർശനം നടക്കും. രഞ്ജിത്തിന്റെ വിസ എക്സ്റ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്.
ജെമി മക്കളില്ലാത്ത ഓരോ ദമ്പതികൾക്കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അരുൺജിത്തിന്റെ ഡ്രഗ് അഡിക്ഷൻ മാറുവാൻ വേണ്ടി അരുൺജിബിന്റെ മേലെ കർത്താവിന്റെ സ്പർശനം ഉണ്ടാവട്ടെ. അവന്റെ അഡിക്ഷനെ കർത്താവ് തുരത്തിയതിനായിട്ട് നന്ദി പറയുന്നു. തോപ്പമ്പടിയിലുള്ള രാജേഷിന്റെ മകനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ടോട്ടൽ ഡെലിവറൻസ് അവന് കിട്ടുക. ഹല്ലേലൂയ. Hallelujah. എത്ര നാളായിരുന്നു ചെയ്ത്? 10ാം ക്ലാസ് മുതല്. ഇപ്പൊ എത്ര വയസ്സുണ്ട് അവന്? 24 വയസ്സ്. കർത്താവിന്റെ പൈതല. ആമേൻ. ഹല്ലേലൂയ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു കൊച്ചു പൈതല് കണ്ണ് കാഴ്ചയില്ല, കാഴ്ച ബ്ലൈൻഡ് ആണ്, അന്ധനാണ്, മകളാണ് ഫിലോമോള്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1 വയസ്സായിട്ടുള്ള 1 വയസ്സുള്ള കുഞ്ഞ് ഫിലോമോള്. അതെ, യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്, കുഞ്ഞിന് കാഴ്ച ലഭിക്കട്ടെ കർത്താവേ. എന്റെ കണ്ണ് തുറക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ റെറ്റിന്റെ മേൽ യേശുവിന്റെ കരം വ്യാപിക്കട്ടെ. സകല അന്ധകാരം ആ ഞരമ്പുകളുടെ മേൽ ഈശോയുടെ കരം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. എന്റെ കർത്താവേ, ആ ലെൻസിനെ ഈശോയുടെ കരം വ്യാപിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. ഒരു വലിയ സാക്ഷ്യമായിട്ട് അത് മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. കുരിശിന്റെ അടയാളത്താലെ ഈ സമയം ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടമായി കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ഈവൻ US, UK. ഈ സമയം അവരെല്ലാം നമുക്ക് ബലപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം കർത്താവിനെ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ടവര്, ശമ്പളം പകുതിയാക്കപ്പെട്ടവര്, ശമ്പളം പകുതിയാക്കപ്പെട്ടതുകൊണ്ട് ഇനി ആ രാജ്യത്ത് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവര്, കർത്താവേ ഹല്ലേലൂയ. ഈ കൊറോണ പാൻഡമിക് സീസണില് ഈ അസ്വസ്ഥതകളിലായിരിക്കുന്ന എല്ലാവരുടെ മേലും സംരക്ഷണത്തിന്റെ വലിയ കാവലുണ്ടാകണമേ. ലോകത്തിന്റെ സമാധാനം യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സകല മാനവജാതിക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവര്, പ്രാർത്ഥന അപേക്ഷിക്കാൻ കഴിയാത്തുള്ളവര്, പുറത്തു പറഞ്ഞാൽ ലജ്ജാകരമെന്ന് തോന്നുന്നവര്, എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ വിശ്വാസം എന്റെ മകനും മകൾക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരമ്മയുടെ അടുക്കലേക്ക് ഈശോ ഈ സമയത്ത് ദൂതന്മാരെ അയക്കുന്നു. അമ്മ ശാന്തമായി ദൈവത്തെ സേവിച്ചു. മക്കളെ കർത്താവ് അധികം അഭിഷേകത്തോടെ കൊണ്ടുവരുന്ന ദിവസങ്ങൾ വരികയാണ്. അധികം അഭിഷേകത്തോടെ കൊണ്ടുവരുന്ന ദിവസങ്ങൾ വരികയാണ്. അമ്മയേക്കാൾ തീഷ്ണതയോടെ ആ മകളും മകനും ഈശോയുടെ സേവയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസങ്ങൾ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ സോൾജിയേഴ്സിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അജയ, ഇതൊന്ന് പറഞ്ഞു. സോറി, ഇതൊരു സ്പെഷ്യൽ ഡയറക്ഷൻ ആണ്. ചിലർ വളരെ ചിലർ വളരെ എളുപ്പത്തോടെ ചെയ്യുന്ന കാര്യം പോലും ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പം അത് വളരെ വൈഷമ്യകരമാവും, അത് വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറും. എന്തുകൊണ്ട്? എല്ലാവരും വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടാകുന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇയേഴ്സ് ആയിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്. പഠിക്കുന്ന കാലം മുതല്, വിവാഹം കഴിഞ്ഞുള്ള കാലം മുതല്, ജോലിക്കുള്ള കാലം മുതല് വളരെ എളുപ്പത്തിൽ സഹപാഠികൾ കയറിപ്പോയ ഇടം പോലും ഞാൻ കയറാൻ വളരെ ബന്ധപ്പെടുന്നു. എന്താണ് ഇതെന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് എന്ന ചോദ്യവുമായിട്ട്. Some easy jobs but others can do it easily. Very easily. He is not able to do it. Then he has been thinking, what is happening? To such we are praying this. It's there from the childhood, still it continues. Why it remains in me alone? Hallelujah. If that your question, today is the day for you, which God has prepared for you. Now we are going to pray
In the mighty name of Jesus. യേശുവിന്റെ അധികാരം Hallelujah. ആ ബ്ലോക്ക് നിന്റെ മകളുടെ മേൽ നിന്നും മാറിപ്പോട്ടെ. യേശുവിന്റെ be removed from ആ മകന്റെ മേൽ നിന്നും മാറിപ്പോട്ടെ. not be lifted off from you. ഇതൊരു വലിയ ഷിഫ്റ്റ് ആയിട്ട് ഈ പ്രാർത്ഥന ഇന്ന് മാറ്റപ്പെടണം. Be a shift in your life. ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ. യേശുവേ, ഇതൊരു വലിയ റിലീഫാണ്. ഇതൊരു വലിയ റിലീഫായി മാറും. Amen. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, അവർ എളുപ്പത്തിൽ ആ സ്ഥലം വാങ്ങി, എനിക്കത് പറ്റുന്നില്ല. അവർ എളുപ്പത്തിൽ ആ വീട് വെച്ചു, എനിക്കത് പറ്റുന്നില്ല. അവർ പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിച്ചു, എനിക്കത് പറ്റുന്നില്ല. അവർക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടായി, എനിക്കത് ഉണ്ടാകുന്നില്ല. എന്റെ കൂടെ പഠിച്ച എല്ലാവർക്കും മക്കളായി, അവർക്ക് എല്ലാവർക്കും ജോലിയായി, അവൾക്ക് പ്രൊമോഷൻ കിട്ടി, അവരെല്ലാം നല്ല നിലയിലെത്തി. ഞാൻ ഇപ്പോഴും ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് എന്റെ മുമ്പിൽ മാത്രം ഇങ്ങനെ ഹഡിൽസ്, ചാടിക്കിടക്കാൻ കഴിയാത്ത ഹഡിൽസ്, ഓ യേശുവിന്റെ നാമത്തിൽ കോട്ട ഇടിയുന്നു, കോട്ട ഇടിയുന്നു, കോട്ട ഇടിയുന്നു. സ്തുതിച്ചോ, സ്തുതിച്ചോ, സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ. നമ്മുടെ സോൾജിയേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന, പ്രാർത്ഥന. പ്രാർത്ഥന പങ്കാളികൾക്ക് എന്തു പറ്റി? ആ പ്രെയർ വാരിയേഴ്സ് മാത്രമല്ല, നമ്മുടെ ബോർഡറിലുള്ള ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രയർ വാരിയർ ഗ്രൂപ്പിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പ്രയർ വാരിയർ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. അപ്പം ഒരു ദിവസം നമ്മൾ അവരെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ലൈവ് ചെയ്യണം. സ്പെഷ്യൽ രജിസ്ട്രേഷനും പാസ്വേഡ് ഒന്നും പുറത്ത് പബ്ലിഷ് ചെയ്യാതെ. അതെ, only for them. സ്പെഷ്യലി yes. അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞാട്ടെ, okay, നമുക്ക് ചെയ്തേക്കാം. ഓക്കെ ബ്രദർ എപ്പോഴാ ഫ്രീ ആന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഡേറ്റ് സെറ്റ് ചെയ്യാം. ഉടനെ തന്നെ ഓക്കെ, ഉടനെ തന്നെ നമുക്കത് ചെയ്യണം. ഈ സമയം നമുക്ക് പ്രത്യേകം നമ്മുടെ സോൾജിയേഴ്സിന് വേണ്ടി, കർത്താവേ, അതിർത്തി കാൽക്കുന്ന ഭടന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ചൈനയുടെ അതിർത്തിയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ അതിർത്തിയും ഇന്ത്യ അതിർത്തി പങ്കിടുന്ന എല്ലാ അതിർത്തികളിലും ഞങ്ങൾ സുരക്ഷിതരാകാൻ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഭടന്മാർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും വ്യാപിക്കട്ടെ. പ്രത്യേകിച്ച് അവരിൽ രോഗികളായിട്ടുള്ളവർ സൗഖ്യമാവട്ടെ. ഓ, ഇന്ന് ഭയങ്കരമായിട്ട് ഹീലിംഗ് അനോയിന്റിംഗ് സ്പ്രെഡ് ആവുന്നു. ഹീലിംഗ് അനോയിന്റിംഗ് സ്പ്രെഡ് ആവുന്നു. ഒരു മോഹൻ ഡെന്റൽ ഇഷ്യൂസ്, കുറെ നാളുകളിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഡെന്റൽ ഇഷ്യൂസ്. ആ മോഹന് സൗഖ്യമുണ്ടാകട്ടെ. മോഹൻ ഇപ്പൊ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ അവിടെ എഴുതിയിട്ട് കമന്റ് ആയിട്ട് ഒന്ന് നോക്കാം. മോഹന്റെ ഫോൺ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണോ? യൂട്യൂബിൽ ഒരു പുഷ്പ ഹിപ്പ് പെയിനുമായിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നു. പുഷ്പ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം. മോഹനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഫോൺ നമ്പർ എഴുതിയിടാൻ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ പുഷ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസൻ ചെറിയാന്റെ ഹെൽത്ത് ഇഷ്യൂസ് മാറുവാൻ വേണ്ടി, സൂസൻ ചെറിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥന അപേക്ഷകളാണ്. ഇതെല്ലാം വായിക്കാൻ കഴിയുകയില്ല. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് വലിയ ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപിക്കുന്ന ദിവസമാണ്. നമുക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങൾ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, സൗഖ്യത്തിന്റെ ഉറവിടമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓർമ്മക്കുറവുകൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബൈപോളാർ ഡിസീസുകൾ സൗഖ്യമാവട്ടെ. ടോൺസിലൈറ്റിസുകൾ സൗഖ്യമാവട്ടെ. തൈറോയിഡുകൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രകടമായ അത്ഭുതങ്ങൾ നടന്നു തുടങ്ങട്ടെ. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്ന രാജാവേ, ഈ സമയത്ത് വസ്തുവിന്റെ പാർട്ടീഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ അവിടെ വരുന്ന കച്ചവടങ്ങളെല്ലാം ആരോ തിരിച്ചുവിടുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യവഹാരങ്ങൾ നടന്ന് വലിയ അത്ഭുതങ്ങൾ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കുന്നതിനായി നന്ദി. കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ഉറവിടമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ചേർന്ന് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്ക്രീനിൽ ഈ പ്രഖ്യാപനം കിട്ടുമ്പോൾ ഒരുമിച്ച് ചൊല്ലുക, യേശു എനിക്ക് വേണ്ടി. ആവർത്തിച്ചുറപ്പിച്ച് ചൊല്ലുക, യേശു എനിക്ക് വേണ്ടി. സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, എന്റെ യേശു എന്നെ വിശുദ്ധനായി. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രേ യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ എനിക്ക് ജീവന്റെ സമൃദ്ധിയും ദിവ്യമായ ആരോഗ്യവും. കടഭാരത്തിന് നടുവിലായിരിക്കുന്നവർ ഉറപ്പിച്ചു കൊള്ളുക, ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. എഫെസോസ് 2:10 വായിച്ചു ആവർത്തിച്ചു ചൊല്ലിക്കോ. സൽപ്രവൃത്തിക്കായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കാൻ യേശുവിനെ നിയമിച്ചിരിക്കുന്നു. ലൂക്ക 10:19 ആവർത്തിച്ചു ചൊല്ലുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മരിച്ചുപോയവരെ ഉയർപ്പിപ്പാൻ ഇങ്ങനെ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്ക് വിവിധ വീര്യപ്രവർത്തികൾ യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും എല്ലായിടത്തും ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തിയല്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായി. ആമേൻ. പിതാവിന്റെ മഹാസ്നേഹത്തിന്റെയും അവിടുത്തെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിട്ടുപിരിയാത്ത കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂടിയാശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും സർവ സ്നേഹവും കൃപയും ബലവും സഖിത്വവും നാം എല്ലാവരോടും കൂടെ ഇന്നു മുതൽ നീക്കും ഉണ്ടാകുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ ബ്രദറെ, സ്തുതിയായിരിക്കട്ടെ. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ നോക്കൂ, ആയിരക്കണക്കിന് സന്ദേശങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇതുവരെയായിട്ടും സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്യുക. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ സജിത് ജോസഫ് ഒഫീഷ്യൽ എന്ന പുതിയ യൂട്യൂബ് ചാനല്. ഓരോ ദിവസവും പുതിയ അപ്ലോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എൻകറേജ് ഓൾ ഓഫ് യു ടു സബ്സ്ക്രൈബ് ബോത്ത് യൂട്യൂബ് ചാനൽ സജിത് ജോസഫ് ഒഫീഷ്യൽ ആൻഡ് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ. നിങ്ങൾ പ്രെയർ വാരിയർ ടീമിൽ, മുമ്പേ പറഞ്ഞ പ്രെയർ വാരിയർ ടീമിൽ നിങ്ങൾ അംഗമാകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 8589039039 അതിലേക്ക് നിങ്ങളുടെ നമ്പർ അയച്ചു കൊടുക്കുക. പ്രെയർ വാരിയർ ടീമിൽ നിങ്ങൾ അംഗങ്ങളാകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ആ നമ്പർ അയച്ചു കൊടുത്തിട്ട് ആഡ് മീ ടു പ്രെയർ വാരിയർ ഗ്രൂപ്പ് എന്നൊരു മെസ്സേജ് ഇടുക. പ്രെയർ വാരിയർ ടീമിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് പ്രയോജനമാണെന്നറിയാം. കാരണം ഓഡിയോ ഫോർമാറ്റിൽ കിട്ടുക, വചനം കേൾക്കാൻ എല്ലാവർക്കും. അപ്പോൾ അത് വലിയ പ്രയോജനമായിട്ട് മാറുകയാണ്. കൃപയുടെ നേരം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഇതേ നമ്പറിലേക്ക് ആഡ് മീ ടു കൃപയുടെ നേരം എന്ന് പറഞ്ഞ് 8589039039 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുക. പ്രെയർ ലൈൻ നമ്പർ നിങ്ങൾ മേളിൽ കാണുന്നല്ലോ. 24 മണിക്കൂറും പ്രാർത്ഥന അപേക്ഷകൾക്ക് വേണ്ടി വിളിക്കാൻ ചില സന്ദർഭങ്ങൾ ആൾക്കാർ പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. നിരന്തരമായ കോളുകളാണ്, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ നമ്പർ 9847389389 ആ മേളിൽ കാണുന്ന ആ നമ്പറിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഞാനാണ്. അതിൻ്റെ അത് വാട്സാപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതും കുറേ മെസ്സേജുകളൊക്കെ ഇടയ്ക്ക് മിസ്സാകുന്നുണ്ട്. ഏതെങ്കിലും കാര്യം പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കാനോ നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാനോ താല്പര്യപ്പെടുന്നുവെങ്കിൽ പ്ലീസ് സേവ് ദിസ് നമ്പർ ആൻഡ് യൂസ് ദ വാട്സാപ്പ് ഫെസിലിറ്റി 9847389389. എല്ലാ ഞായറാഴ്ചകളും ഈ ശുശ്രൂഷകൾ നടക്കുന്നു.
അതുകൂടാതെ ഇട ദിവസങ്ങളിൽ ശുശ്രൂഷകൾ സമയമുള്ളതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. കൃപയുടെ നീർച്ചാലുകൾ ഷാലോം TV-യിലൂടെ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 7:30 നമ്മുടെ വീടുകളിലെത്തുന്നു. ഷെക്കന TV-യിൽ അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്നസ് TV-യിൽ എല്ലാം ഈ ശുശ്രൂഷകൾ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നു. അത് അനേകർക്ക് പ്രയോജനമായി മാറുന്നു. നിങ്ങളും ഈ ശുശ്രൂഷയുടെ വിവരങ്ങൾ അനേകരെ അറിയിച്ചാട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മറ്റേ കുപ്പായം ഇടാൻ മറക്കരുത്. യുനോ കുപ്പായം ഇടാൻ മറക്കരുത്. യുനോ എന്താ പറഞ്ഞ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. ആ കുപ്പായം ഇടാൻ മറക്കരുത്. Put off the old man and put on the new man in Christ. Thank you so much.